So, welcome to Company Law Executive Marathon. December 2020 അറ്റംപ്റ്റിലേക്കല്ല. നിങ്ങൾ ഒരു 2 minutes we will wait and we'll start because നമ്മുടെ ഒരു നാട്ടിലൊരു ശീലം എന്താണെന്ന് വെച്ചാൽ പീപ്പിൾ യൂസ് ടു ലൈക്ക് കം ലേറ്റ് ആൾവേസ്. എപ്പോഴും ഒരു 5 minute കഴിഞ്ഞിട്ടേ അവർ പ്രോഗ്രാമിന് വരാറുള്ളൂ. സോ ദാറ്റ് ക്യാൻ ബി ദ റീസൺ. സോ ഐ എം വെയിറ്റിംഗ് ഫോർ സം പീപ്പിൾ ലൈക്ക് ലെറ്റ് ദം ജോയിൻ in 2 minutes talk and we'll discuss company law. Paper number 3. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പേപ്പറാണ് കമ്പനി ലോ. ആൻഡ് CS എക്സിക്യൂട്ടീവിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. പീപ്പിൾ യൂസ് ടു സേ ലൈക്ക് കമ്പനി ലോ ഭയങ്കര ടഫാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഐ പേഴ്സണലി ഫീൽ കമ്പനി ലോ ഇസ് ടഫ് എ ബിറ്റ്. But if you study company law, that will give you the career. അതല്ലേ നമുക്ക് ആവശ്യം. കമ്പനി ലോ വിൽ ഗിവ് യു കാരിയർ. സോ CS എക്സിക്യൂട്ടീവിലെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പേപ്പറാണ്. ആൻഡ് ഈ പേപ്പർ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ അതർ പേപ്പേഴ്സ് ആൾസോ ഇസ് ഗോയിങ് ടു ബി ഈസി. If you prepare company law well, then what will happen is like other papers like setting up or we call securities law, all this paper is going to be comparatively easy. Hi Shyam, good morning. So കുറച്ച് വലിയ ബുക്കാണ്. ഒരു എനിക്ക് തോന്നുന്ന 1000 പേജസോളമുള്ള ഒരു ബുക്കാണ് കമ്പനിയിലോ. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ദിസ് ഡെഫിനറ്റ്ലി വിൽ ഗിവ് യു ഗുഡ് മാർക്സ് ഇൻ സെറ്റിംഗ് അപ്പ് ആൻഡ് സം റീസണബിളി ഗുഡ് മാർക്സ് ഇൻ സെക്യൂരിറ്റീസ് ലോ ആൻഡ് കമ്പനി അക്കൗണ്ട്സ്. ഹായ് അശ്വതി, ഗുഡ് മോർണിംഗ്. അശ്വന്ത്, ഹായ്, ഗുഡ് മോർണിംഗ്. We will start in 2 minutes time, like we will start at 11:05. Okay. നമ്മളിപ്പോൾ ആൾറെഡി 2 പേപ്പർ കഴിഞ്ഞു, ജൂറിസ്പ്രുഡൻസും ആൻഡ് സെറ്റിംഗ് അപ്പും. ഇനി നമുക്ക് അടുത്ത പേപ്പർ ടാക്സേഷൻ ആണ്. ടാക്സേഷൻ ഐ റിയലി ഫീൽ ലൈക്ക് ഐ പ്രിപ്പയർഡ് ലൈക്ക് ഒരു മെറ്റീരിയൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. വി ഹാവ് എൻ അർത്ത ഓൺ മെറ്റീരിയൽ. സോ ദാറ്റ് ഐ വിൽ ബി ഷെയറിംഗ് ടു മൈ പീപ്പിൾ. ലൈക്ക് നിങ്ങൾക്ക് ആർക്ക് ആവശ്യമുള്ള വെച്ചാൽ എന്നോട് പറയാം. ഐ വിൽ ഷെയർ ദിസ്. ഈ പ്രോബ്ലം പേപ്പേഴ്സ് നമ്മൾ 2 മണിക്കൂർ കൊണ്ട് മാരത്തൺ ചെയ്യുന്നത് ദാറ്റ് ഈസ് നോട്ട് ഫെയർ ഇനഫ് ടു ദാറ്റ് പേപ്പർ. ഒരു ഇൻജസ്റ്റിസ് ആണത്. സോ വി വിൽ ഹാവ് സം ഗുഡ് മെറ്റീരിയൽ വിച്ച് ഈസ് പ്രിപ്പയർഡ് ബൈ ലുക്കിംഗ് ഓൺ ടു ലൈക്ക് ബൈ കൺസിഡറിംഗ് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ഓൾ. സോ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി ഷെയർഡ് വിത്ത് യു പീപ്പിൾ. ആൻഡ് so today's paper, company law it is. കമ്പനി ലോ ഒരു കമ്പനി സെക്രട്ടറി അപേക്ഷിച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദ പ്രീമിയം പേപ്പറാണ്. ഈ പേപ്പറിനെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കമ്പനി ലോ ഒരു വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പേപ്പറാണ് കമ്പനി ലോ. കമ്പനി ലോയിൽ ബോത്ത് ആസ്പെക്ട് ഇറ്റ് ഈസ് ടേക്കൻ കെയർ. ആക്ച്വലി ലൈക്ക് ഇവിടെ ഒരു കമ്പനി ലോ 2013 ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ കുറച്ച് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. And some of these practical aspects നിങ്ങൾക്ക് സെറ്റിംഗ് അപ്പിൽ വളരെ ഉപകാരപ്പെടും. ആൻഡ് ഇറ്റ് മേ ആൾസോ വിൽ ഹെൽപ്പ് യു ഇൻ ദ അതർ പേപ്പേഴ്സ് ലൈക്ക് സെക്യൂരിറ്റീസ് ലോയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഐദർ സൈഡ് യു ക്യാൻ വർക്ക് ഓൺ ദിസ് ബിക്കോസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ സെറ്റിംഗ് അപ്പ് ഒക്കെ നമ്മൾ ഏതെങ്കിലും ഒരു പേപ്പർ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം. കമ്പനിയിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റിംഗ് അപ്പിൽ പല ചാപ്റ്റേഴ്സിലും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നലെ സെറ്റിംഗ് അപ്പ് നോക്കിയപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററും നമുക്ക് സോഴ്സസ് ഓഫ് ടൈപ്പ് ഓഫ് കമ്പനീസ് ആൻഡ് ഓൾ ദോ അതൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയില്ല. പക്ഷേ ഇവിടെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബിസിനസ് എന്റർപ്രൈസസ് ലൈക്ക് പാർട്ട്ണർഷിപ്പ്, LLP, കമ്പാരിസൺ, അത് അവിടെ ചോദിച്ചാൽ ചിലപ്പോൾ ഇവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കമ്പനിയിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. വി വിൽ സ്റ്റാർട്ട് അവർ അനാലിസിസ് ഓഫ് കമ്പനി ലോ based on past question papers like for the last 20-25 attempts. So I will give you the list of important chapters in company law. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എ ഗ്രേഡ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് ഞാൻ ആൾറെഡി പറയാം. എ ഗ്രേഡ് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് ചാപ്റ്റർ ഡെഫിനറ്റ്ലി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു ദിസ് തിങ്. And issue of securities is important, that is chapter number 2B. And debt capital is very important. Debt capital ധാരാളം questions ചോദിച്ചിട്ടുണ്ട് debt capital. Then come to accounts, audit and auditors. This is a beautiful chapter. അതായത് ഒരു ആവറേജ് ഒരു എക്സാമിന് 10-ലധികം മാർക്ക്, 13ഓളം മാർക്ക് ചോദിക്കുന്ന ഒരു പേപ്പറാണത്, ഒരു ചാപ്റ്ററാണത്. നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ആവറേജ് ഇത്രയും അറ്റംപ്റ്റിൽ ആവറേജ് എത്ര മാർക്ക്? ചില ക്വസ്റ്റ്യൻസ് ചില ഇതിലൊക്കെ എക്സാമിനൊക്കെ 26-28 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന്. സോ വി നീഡ് ടു ബി വെരി കെയർഫുൾ. ഡെപ്റ്റ് ക്യാപിറ്റൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ആൾസോ ദിസ് അക്കൗണ്ട്സ്, audit and auditors, chapter number 8 is very important, very important, very very important. Then an introduction to MCA 21 and XBRL, chapter number 13. ഒരു ടഫ് അല്ലാത്തൊരു ചാപ്റ്ററാണ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് എഴുതാവുന്നതാണ്. അതിൽ അത്യാവശ്യം തിരക്കില്ലാത്തൊരു മാർക്ക്, അത് 5-6 മാർക്ക് ഡെഫിനറ്റ് ആയിട്ടും കിട്ടും. ദെൻ ഡയറക്ടേഴ്സ്, ദാറ്റ് ഈസ് ചാപ്റ്റർ നമ്പർ 16. ഡയറക്ടേഴ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡയറക്ടേഴ്സിൽ ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ദെൻ KMP, ഡയറക്ടേഴ്സ് ആൻഡ് KMP, കീ മാനേജറിയൽ പേഴ്സൺസ്, ദാറ്റ് ഈസ് ചാപ്റ്റർ നമ്പർ 17. ദെൻ ഇത്രയാണ് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്. Can I repeat this chapter numbers once more? Like I will repeat it. That is chapter number 1, chapter number 4, chapter number 8, chapter number 13, 1-3, chapter number 16, 17. ഇത്രയും വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ്. ദാറ്റ് ഈസ് എ ഗ്രേഡ് ചാപ്റ്റേഴ്സ്. നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ കീപ് ഇൻ മൈൻഡ്, ദിസ് ഈസ് നോട്ട് ലൈക്ക് ദ ഡേ ഓൺ വിച്ച് യു ആർ സ്റ്റാർട്ടിംഗ് ടു ലേൺ കമ്പനി സെക്രട്ടറി, കമ്പനി ലോ. നോ, ദിസ് ഇസ് നോട്ട് ദ ഡേ. വാട്ട് ആർ യു ഗോയിങ് ടു ഡു നൗ ഈസ് ലൈക്ക്, നോ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ആൾറെഡി കമ്പനി സെക്രട്ടറി, ഫോർ എക്സാമ്പിൾ അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ, അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെന്റർ ആണ്. നമ്മൾ കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, വേറെ ഒരു കോഴ്സും പഠിപ്പിക്കുന്നില്ല. അത് എക്സിക്യൂട്ടീവിനാണെങ്കിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും, CSETക്ക് ആണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ ബാച്ചസ് ഫുൾ ബാച്ചസ് ആയിട്ട് നമ്മൾ പഠിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് നെക്സ്റ്റ് ജൂണിലേക്കും ഡിസംബറിലേക്കുള്ള ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സോ വി ആർ സ്റ്റാർട്ടിങ്. അവർക്കുള്ളതല്ല ഈ ക്ലാസ്. ഈ ക്ലാസ് ലാസ്റ്റ് ബാച്ച്, അതായത് 2020 ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്ന എൻ്റെ സ്റ്റുഡൻസിന്, അല്ലെങ്കിൽ എഴുതാൻ പോകുന്ന നമ്മുടെ സ്റ്റുഡൻസിനുള്ളതാണ്. അത് അവരാരായാലും. ഞാൻ കേൾക്കുന്നവരോട് പറയുന്നത് വെച്ചാൽ, കാണുന്നവരോട് പറയുന്നത് വെച്ചാൽ, നിങ്ങളിപ്പം കമ്പനി സെക്രട്ടറി പഠിക്കുന്ന കുട്ടിയാണ്, എനി റീസൺ ലൈക്ക് യു ആർ നോട്ട് സ്റ്റഡിയിങ് വിത്ത് അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ആക്ച്വലി ലൈക്ക് വി ആർ നോട്ട് ലൈക്ക് അങ്ങനെ ഒരു പാർട്ടീഷൻ ഒന്നുമില്ല, ഒരു അങ്ങനത്തെ ഒരു തിങ്കിങ്ങും ഇല്ല. ലൈക്ക് even if you have a doubt, if you are not studying here, you can feel free to contact me through WhatsApp. Definitely I will come back to you on that. Right, now come to the point. ആർക്കാണ് ഈ റിവിഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് മാരത്തൺ യൂസ്ഫുൾ ആവുക? ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ടു ദ പേഴ്സൺസ് ലൈക്ക് ആൾറെഡി 3-4 പ്രാവശ്യം റിവിഷൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ. നമ്മുടെ അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ ഒരു 3 times റിവിഷൻ കമ്പനിയിലോ കഴിഞ്ഞ കുട്ടികളാണുള്ളത്. അപ്പോൾ ആ റിവിഷൻ കഴിഞ്ഞവർക്കുള്ളതാണ് ഈ പേപ്പർ, ഈ ഇന്നത്തെ ഈ മാരത്തൺ. അപ്പൊ അവർക്ക് എന്താണ്, ഇപ്പൊ അവർ പഠിച്ചു കഴിഞ്ഞു, ഇനി എക്സാം വരുന്ന സമയത്ത് അതിന്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട്, അതായത് ഫൈനലി നമ്മൾ പറയില്ലേ, പുതിയൊരു ടോപ്പിക്കും പഠിക്കാനില്ല. ഇനി ഏതൊക്കെയാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്? ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടണാണല്ലോ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന റിവിഷൻ ABC എന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. അപ്പൊ A ഗ്രേഡ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി ബി എന്ന് പറയുന്ന ലെവൽ, അതായത് ആദ്യം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞു. രണ്ടാമത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ചാപ്റ്റർ 2A,
that is share capital and issue, and transfer and transmission, chapter 2D, and distribution of profits, that is chapter number 6, chapter number 7, chapter number 10, chapter number 12B, and chapter number 18, 1.8. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എ ഗ്രേഡിൽ 19th ചാപ്റ്റർ പറഞ്ഞിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ആഡ് ചെയ്യണം എ ഗ്രേഡിൽ. ബിക്കോസ് എ ഗ്രേഡിൽ ഏറ്റവും കൂടുതൽ, അതായത് ഈ എന്താണ് എൻറ്റയർ എക്സാമിനേഷൻ ലാസ്റ്റ് 20 അറ്റംപ്റ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുത്തിട്ടുള്ളത് ജനറൽ മീറ്റിംഗിലാണ്. മനസ്സിലായില്ല? ഏറ്റവും കൂടുതൽ മാർക്കുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചത് ജനറൽ മീറ്റിംഗിലാണ്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് ജനറൽ മീറ്റിംഗിലാണ്. ജനറൽ മീറ്റിംഗിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാത്ത എക്സാമിനേഷൻ വളരെ റെയർ ആണ്. So let us go to chapter wise. We are starting our marathon. Romi, good morning. Let us start the marathon. The first chapter is introduction, one of the important chapter, as I said earlier. ഇവിടെ സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ഇവിടെ ചോദിക്കുന്നത്. സം സ്മോൾ കേസസ് യു ഹാവ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഹിയർ. അതർവൈസ് മോസ്റ്റ് ഓഫ് ദ കേസസ് ഫസ്റ്റ് ചാപ്റ്ററിന് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. ആൻഡ് ഇവിടെ നമ്മൾ വളരെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി. ദിസ് യു മൈറ്റ് ഹാവ് ലേൺഡ് ഇൻ സെറ്റിംഗ് അപ്പ്, യു മൈറ്റ് ഹാവ് ലേൺഡ് ഇൻ കമ്പനി ലോ. ലൈക്ക് ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ യു മൈറ്റ് ഹാവ് ഓൾറെഡി ലേൺ ഓൺ പ്ലസ് ടു കോമേഴ്സ് സ്റ്റുഡൻസ് ആൾസോ മൈറ്റ് ഹാവ് ലേൺ ദിസ്, റൈറ്റ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പനി. Then comparison with other type of business organizations, business associations. അവിടെയാണ് അതിൻ്റെ ഒരു ഇത് കിടക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അത്, കമ്പാരിസൺ. ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓർ ആൻഡ് ഇൻകൺവീനിയൻസ് ഇൻ ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ ഉണ്ടാകാവുന്ന ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ദെൻ കോർപ്പറേറ്റ് വീൽ, ജെം ഓഫ് എ ടോപ്പിക്കാണ് കോർപ്പറേറ്റ് വീൽ. കോർപ്പറേറ്റ് വീലിൽ നമ്മൾ 3-4 കേസ് ലോസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ഗിൽഫോർഡ് മോട്ടോർ കമ്പനി ആൻഡ് ലൈക്ക് കോണോസ് വേഴ്സസ് കോണോസ്, ഡെയിംലർ കമ്പനി വേഴ്സസ് കോണ്ടിനെന്റൽ ടയർ റബ്ബർ കമ്പനി. ഇതിന് ഓരോ സമയത്ത് ഏതൊക്കെ സമയത്താണ് കോർപ്പറേറ്റ് വില ലിഫ്റ്റ് ചെയ്യുന്നത്. സോ ദർ ആർ സം സിറ്റുവേഷൻസ് വേർ ദ കോർപ്പറേറ്റ് വില ലിഫ്റ്റഡ്. അപ്പോൾ അത് എപ്പോഴാണ് ലിഫ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്, അതിൻ്റെ സർക്കംസ്റ്റാൻസസ് എന്തൊക്കെയാണ്, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ കോർപ്പറേറ്റ് വിൽ ലിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് യു ഷുഡ് ഹാവ് സം ലൈക്ക് വാട്ട് യു ഹാവ് ലൈക്ക് കേസ് ക്ലോസ് വിത്ത് യു ആൻഡ് എക്സാമ്പിൾസ് വിത്ത് യു. അത് നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കും. കാരണം കോർപ്പറേറ്റ് വീലിൽ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ഒന്നുമില്ല, അതൊരു ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ സെക്ഷൻ ആക്ട് ഒന്നുമല്ല നിങ്ങളുടെ ടെൻഷൻ. നിങ്ങളുടെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ വെദർ ഡു യു ഹാവ് കേസ് ലോസ് വിത്ത് യു, ഡു യു ഹാവ് എക്സാമ്പിൾസ് വിത്ത് യു. സോ ഫോർ ദാറ്റ് യു ഹാവ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്. ആൻഡ് വിത്ത് റിഗാർഡ് ടു LLP യു ഹാവ് ഓൾറെഡി ലേൺ ഇൻ സെറ്റിംഗ് അപ്പ്. അല്ലെങ്കിൽ ഇവിടെ പഠിച്ചോളാം, ഇവിടെ പഠിച്ചാൽ അവിടെ എഴുതാം, ഇവിടെ പഠിച്ച ഇവിടെ എഴുതാം കേട്ടോ. ദെൻ സെക്ഷൻ 464 എന്തത്? Illegal association. What is an illegal association? And another question which can be raised as a problem question as well as a descriptive question or a short note is whether company is a citizen. Whether company is a citizen. Company is a person എന്ന് നമ്മൾ പലപ്പോഴും പറയണ്ട. Whether company is a citizen. ഇപ്പോൾ 1955 ആക്ട് പ്രകാരം company is not a citizen. ഞാൻ അതിന്റെ ആൻസർ പറയാണ്. ദ കമ്പനി ഒരു ലീഗൽ പേഴ്സൺ ആണെങ്കിൽ കൂടെ ഒരു സിറ്റിസൺ റൈറ്റ് ഇല്ല. അപ്പോൾ വോട്ട് ഇന്ന് December 10th ആണ്, വി ആർ ഗോയിങ് ടു വോട്ട്. ലൈക്ക് ഡു ദ കമ്പനീസ് ഹാവ് ടാറ്റ ഹാവ് എ വോട്ട്? നോ. സോ കമ്പനി ഇസ് നോട്ട് എ സിറ്റിസൺ. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമോ 1955 സിറ്റിസൺ ആക്ട് പ്രകാരമോ കമ്പനി ഇസ് നോട്ട് എ സിറ്റിസൺ. ആൻഡ് സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ വേഴ്സസ് CTO. The Supreme Court held that the state trading corporation, though a legal person, was not a citizen and can act only through natural persons. Done. So this question I have answered. So keep in mind, company is not a citizen. So it's not a. Then what about the nationality of a company? Do company have a nationality? Of course, companies have a nationality. Adhe Rajathano, other incorporate adana inde nationality. So let us move to some important questions which can be asked from this topic, this chapter. Okay. Topic questions are distinction between partnership firm and a company. ഒരു പാർട്ണർഷിപ്പും ഒരു കമ്പനിയും, ഒരു പാർട്ണർഷിപ്പും ഒരു കമ്പനി ഒരു LLP, ഇങ്ങനത്തെ ഡിഫറൻഷിയേഷൻ ചോദിക്കാം. LLP വേഴ്സസ് കമ്പനി.
All these questions are available with me, answers are available with me, and if any of you would like to have this, you can just have a message to my WhatsApp number 8138908908. And explain the scope of Companies Act 2013. ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് കമ്പനീസ് ആക്ട്. പക്ഷേ അത് വളരെ സിമ്പിൾ ആണ്, പ്രിയാമ്പിൾ മാത്രം വായിച്ചാൽ മതി നമുക്ക്. ആൻഡ് വിത്ത് റിഗാർഡ് ടു കോമൺ സീൽ, ബിക്കോസ് ഇൻ പ്രീവിയസ് കമ്പനീസ് ആക്ട് 1956 the common seal was very important matter, but in 2013 Companies Act the common seal has not been given that much of importance. So common seal can be a question. Then illegal association I've already told. Okay. Okay, so this type of questions can be raised from this particular chapter. So first chapter is completed. So first chapter ഇത്രയാണ് നമുക്ക് അതിൽ പറയാനുള്ളൂ. And second chapter, we'll start with second chapter. But corporate wheel മനസ്സിൽ വെച്ചാണ്, corporate wheel മനസ്സിൽ വെച്ചോളണം. Okay, corporate wheel is going to be like ഒരു തുരുപ്പ് ചീട്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ, corporate wheel ആണ്. corporate wheel ചോദിക്കാം. Then when we move to the chapter number 2 of company law, and that is a second, I'm going to company law chapter number 2. ഈ chapter number 1 വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്, ഒട്ടും വിടരുത്. Okay, chapter number 2, 2A, that is share capital issue and allotment of securities. Chapter number 2. ചാപ്റ്റർ നമ്പർ 2 ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, അതായത് ഒരു റീസണബിളി ഗുഡ് ചാപ്റ്റർ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചാപ്റ്റർ നമ്പർ 2A നല്ല വരാറ്. പ്രിഡോമിനന്റ്ലി കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ക്വസ്റ്റ്യൻസ് വളരെ കുറച്ച് വരുന്നൊരു ചാപ്റ്ററാണ്, അതുകൊണ്ട് വന്നുകൂടാ എന്നില്ല. പക്ഷേ ഇത് ജനറൽ ആയിട്ടൊരു സാധനമാണ്. അതായത് ഒരു ലോയും ബാലൻസ് ബേസ് ചെയ്യാത്ത ജനറൽ ടോപ്പിക്സ് ആണ് 2A പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവിനെക്കാട്ടിലും കൂടുതൽ പ്രാക്ടിക്കൽ അല്ല, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. സോ ഇതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ചില ക്യാപിറ്റലിനെ കുറിച്ച്, ക്യാപിറ്റലിന്റെ വേറെ ഇതുപോലെ ഷെയർ ക്യാപിറ്റൽ, അതിന്റെ മെത്തേഡ്സ്, ഓതറൈസ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ് ക്യാപിറ്റൽ, അങ്ങനെയൊക്കെ പറയുന്നില്ലേ. അപ്പോൾ നോമിനൽ, ഓതറൈസ്, രജിസ്റ്റർഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ആൻഡ് സബ്സ്ക്രൈബ് ക്യാപിറ്റൽ, കോൾഡ് ആൻഡ് അൺകോൾഡ് ക്യാപിറ്റൽ, അത് മനസ്സിലാക്കുക. ആൻഡ് അതിൽ ഓരോന്നും എന്താണ് എന്ന് മനസ്സിലാക്കുക. Sorry, there was an interruption. Okay, I'm back. ഓക്കെ, അപ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റലിൽ വന്നിരിക്കുന്ന ഒരു പ്രശ്നം വെച്ചാൽ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യം ചിലപ്പോൾ ഇഫ് ദ കമ്പനി ഈസ് ഗോയിങ് ഫോർ എ സോ കോൾഡ് ഒരു അഡ്വർടൈസ്മെന്റ്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിക്ക് ഒരു 100 കോടി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ട്. ഒരു കമ്പനി ആകെ 2 കോടി പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണുള്ളത്. അപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ എന്ത് പരസ്യം കൊടുക്കുകയാണെങ്കിലും, ഇപ്പോൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 2 കോടിയാണ്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ 100 കോടിയാണെങ്കിൽ, വേറെവർ യു ആർ മെൻഷനിങ് അബൌട്ട് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, യു ഷുഡ് മെൻഷൻ ആൾസോ അബൌട്ട് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഇതൊരു വിഷനാണ് കമ്പനി ലോയിൽ, ഒരു കമ്പനി സെക്രട്ടറിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണിത്. ഓക്കെ, മറക്കണ്ട. ആൻഡ് ടൈപ്സ് ഓഫ് ഷെയർസ്, ദാറ്റ് ഈസ് ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. അതെന്താണ് പ്രിഫറൻസ് ഷെയർ, എന്താണ് ഇക്വിറ്റി, ആൻഡ് പ്രോസ്പെക്ടസ് സെക്ഷൻ 32 അതിലൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ സെക്ഷൻ 31 ഷെൽഫ് പ്രോസ്പെക്ടസ് പറയുന്നുണ്ട്. പ്രോസ്പെക്ടസ്, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് നോക്കൂ, പ്രോസ്പെക്ടസ്, ഷെൽഫ് പ്രോസ്പെക്ടസ്, അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് ആൻഡ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നതാണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ ഓഫർ ഫോർ സെയിൽ? ഓഫർ ഫോർ സെയിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. ഒരു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ, ഒരു കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ കമ്പനി ത്രൂ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ട് അവർ അദ്ദേഹത്തിന്റെ കയ്യിലെ ഷെയറിനെ മാർക്കറ്റിലേക്ക് കൊടുക്കുന്നതിനാണ് ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. നിങ്ങളിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ഇഷ്യൂ കണ്ടായിരുന്നു, നിങ്ങൾ ഓർമ്മയുണ്ടോ എനിക്കറിയില്ല. ലക്ഷ്മി വിലാസ് ബാങ്കിനെ ഒരു DBS എന്ന് പറയുന്ന സിംഗപ്പൂർ ബേസ്ഡ് ഒരു ബാങ്ക് ഏറ്റെടുത്തു. നമ്മുടെ മനസ്സിലെ വലിയൊരു മിത്താണ് ആക്ച്വലി അവിടെ ഇല്ലാണ്ടായത്. ഞാൻ ജസ്റ്റ് ഔട്ട് ഓഫ് ദ സിലബസ് ആണ്. സ്റ്റിൽ ഐ ആം ജസ്റ്റ് ടെല്ലിംഗ് യു ലൈക്ക് ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ലൈക്ക് വാട്ട് ക്യാൻ ഹാപ്പൻ ഇൻ ദ കമ്പനി ലോ അല്ലെങ്കിൽ ബാങ്കിങ് ലോ. സോ യൂഷ്വലി വി തോട്ട് ലൈക്ക് ഈ ഇന്ത്യൻ ബാങ്കുകളെ ഇന്ത്യൻ ബാങ്കുകളുമായിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ടൈപ്പ് ചെയ്യുള്ളൂ എന്നൊരു ചിന്ത നമുക്കുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. ഇന്ത്യൻ ബാങ്കുകളെ വേണമെങ്കിൽ ഒരു ഫോറിൻ ബാങ്ക് ആയിട്ടും ടേക്ക് ഓവർ ചെയ്യിപ്പിക്കാം.
ഒന്ന്. രണ്ട്, ഗവൺമെന്റിന് എപ്പോഴെങ്കിലും ഒരു ബാങ്കിന്റെ ക്യാപിറ്റൽ സീറോ ആക്കാൻ പറ്റുമോ എന്ന ചോദ്യമുണ്ട്. ലക്ഷ്മി വിലാസ് ബാങ്കിന്റെ ഈ കേസിൽ ഉണ്ടായത് റിസർവ് ബാങ്കിന്റെ ഒരു ഡയറക്ഷൻ പ്രകാരം, ഗവൺമെന്റിന്റെ ഡയറക്ഷൻ പ്രകാരം എനിക്ക് തോന്നുന്നു 2000 കോടിയോളം രൂപയുള്ള ഷെയർ ക്യാപിറ്റൽ അബ്സല്യൂട്ട്ലി സീറോ ആയി. അതായത് ആരൊക്കെയാണോ ഷെയർ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്തിരുന്നത് അവരുടെ എല്ലാം ഷെയറിന്റെ വില 0 അതിലൊരു വാല്യൂ ഇല്ലാണ്ടായി. ദേ ഹാവ് ലോസ്റ്റ് ദെയർ എൻറ്റയർ മണി. ഇത് 2500 കോടി രൂപയ്ക്കാണ് DBS എന്ന് പറയുന്ന ബാങ്ക് അതിനെ ഏറ്റെടുക്കുന്നത്, 900ഓളം ബ്രാഞ്ചുള്ള ഒരു ബാങ്കിന്. സോ ലെറ്റ് us come back to our topic, കമ്പനി ലോ ഓഫർ ഫോർ സെയിൽ. അത് വന്നപ്പോഴാണ് ഞാൻ അതിങ്ങനെ പറയാൻ വന്നത്. എനിക്ക് അങ്ങനെ ഇപ്പോൾ ഒരാൾ ടേക്ക് ഓവർ ചെയ്യാൻ വരികയാണ്, അപ്പോൾ ഒരു കയ്യിലുള്ള ഒരാൾ വേണമെങ്കിൽ പബ്ലിക്കായിട്ട് അവരുടെ ഷെയർ വിൽക്കാവുന്നതാണ്. വാട്ട് യു മീൻ ബൈ പ്രൈവറ്റ് പ്ലേസ്മെന്റ് സെക്ഷൻ 42? ഇവിടെയൊക്കെ ഫോംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോംസിന്റെ ലിസ്റ്റ് ഐ വിൽ ബി ഷെയറിംഗ് ഇൻ മൈ ചാനൽ, മൈ വെബ്സൈറ്റ് www.arthacs.in. Then ടൈപ്പ് ഓഫ് ഷെയർ ക്യാപിറ്റൽ അല്ലേ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ഷെയർ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാനുള്ള കണ്ടീഷൻസ് ആൻഡ് സെക്ഷൻ 52. സെക്ഷൻ 53 ക്യാൻ എ കമ്പനി ഇഷ്യൂ ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്? ക്വസ്റ്റ്യൻ ആണ്. അത് ചെയ്യാൻ പറ്റുമോ? അത് നമ്മൾ പറയണം. പറ്റുമോ? നോ. Previous 1956 Act had a provision to issue shares at discount, but 2013 Act clearly prohibit share issuing shares at discount other than sweet equity shares. We are Pohari. And with regard to share certificate, okay, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോംസ് ഉണ്ട്, കുറേയധികം ഫോംസ് ഉണ്ട്. ദിസ് ഫോംസ് ഐ വിൽ ബി ഷെയറിംഗ് ഇൻ www.arthacs.in website. So have a look onto the site also. Like I'm adding a lot of material for your study. Now we will move to topics. And topics we have അത് ഞാൻ പറഞ്ഞതാണ്, whether publication of authorized capital is mandatory. Wherever you are mentioning your paid up capital, and if your paid up capital and authorized capital is entirely different, it is mandatory that section 60 says that wherever you are mentioning your paid up capital, you should also mention your authorized capital. Correct? Mansucholo. So tell me, write the provisions or procedures for issuing duplicate share certificate. See, dematerialization വന്നു എന്നതുകൊണ്ട് മാത്രം don't go into ഒരു pre-judgment വേണ്ട. Also dematerialization ഉള്ളതല്ലേ, ഇലക്ട്രോണിക് ഷെയർസ് അല്ലേ, so why you are asking about share certificate? അങ്ങനെയൊന്നുമില്ല കേട്ടോ. Dematerialization is an option given to a shareholder who want to trade in shares, right? But if you want to just hold as an investment, you can hold in physical form also. That is not like അതൊന്നും പറ്റില്ല, അതൊന്നും ഒരു കുഴപ്പമില്ല. You can still have that. As a company secretary, it is your job. You are the person who is signing on share certificate, who is authorizing the issue of duplicate share certificate, who is authorizing the issue of certificates and all those things. So you are a responsible person. You should know the process. Correct? Now, a share certificate issue can you say that it is an official publication? Share certificate is an official publication. That is a question. So section 12(3)(c) പറയുന്നുണ്ട് ക്ലിയർ ആയിട്ട്. So you need to substantiate your claim. പക്ഷേ share certificate is not an official publication. Then shares with differential voting rights. Shares with differential voting rights 2013 കമ്പനീസ് ആക്ടിനോടൊപ്പം ജന്മമെടുത്തതാണ് ഈ സംഭവം. ഇത് ചോദിക്കാം. ഞാൻ പറഞ്ഞു ആർട്ടിക്കിൾസിന്റെ ഇതിൽ എൻട്രൻച്ച്മെന്റ് പ്രൊവിഷൻസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഈ ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ പ്രോസസ്സ് എന്താണ് നോക്കാം കേട്ടോ. പിന്നെ ഈ സോപ്പ്, ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം, നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊരു സോപ്പ് കൊടുത്തു, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ. ഓക്കെ, ആ എംപ്ലോയി മരിച്ചുപോയി, ആ സ്റ്റോക്ക് ഓപ്ഷൻ എന്ത് സംഭവിക്കും? Mr. A, you was an employee of your company and your company have given a SOP, you are your company secretary now. Unfortunately, before claiming, like our option fully utilized in Mumbai, he expired. What will happen?
ഇത് പറയുന്നത് എവിടെയാണ്? റൂൾ 12 8ലാണ് പറയുന്നത്, ഇൻ ദ ഇവന്റ് ഓഫ് ഡെത്ത് ഓഫ് എൻ എംപ്ലോയി വൈൽ ഇൻ എംപ്ലോയ്മെന്റ് ആൾ ദ ഓപ്ഷൻസ് ഗ്രാൻഡഡ് ടു ഹിം ടിൽ സച്ച് ഡേറ്റ് ഷാൽ വെസ്റ്റ് ഇൻ ദ ലീഗൽ ഹെയർസ് ഓർ നോമിനീസ് ഓഫ് ദ ഡിസീസ്ഡ് എംപ്ലോയി. സോ നോ ഡൗട്ട് കേട്ടോ. And what happens when the permanent disability happens? Hi Sijil. When permanent disability happens, permanent disability ഉണ്ടാവുന്ന സമയത്ത് എന്താ സംഭവിക്കുക? The options granted to him as on the rate of permanent ഇൻകാപ്പിറ്റേഷൻ. അതായത് ഉദാഹരണം ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ഓപ്ഷൻസ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്, അത് വെസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഓട്ടോമാറ്റിക്കലി അയാൾ പെർമനന്റ്ലി ഇൻകാപ്പബിൾ ആകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അത് ഫുൾ ആയിട്ട് അദ്ദേഹത്തിന് വെസ്റ്റ് ചെയ്യും. ബൈബാക്ക് ആൻഡ് ബോണസ് കീപ് ഇൻ മൈൻഡ്. ഏതൊക്കെ സമയത്താണ് ബൈബാക്ക് പറ്റാതിരിക്കുക? ആൻഡ് this question can be one of the important question, like diminution of share capital is not reduction of capital. You can write down if you have a notepaper, it's a notebook or a paper with you. Diminution of share capital is not reduction of capital. Hi someone name. And depository. എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റർ ഡെപ്പോസിറ്ററിയുടെ സർവീസ് ഉപയോഗിക്കുന്നത്? അതിന്റെ ഡെപ്പോസിറ്ററി, അപ്പോൾ എന്താണ് ഡെപ്പോസിറ്ററി? ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ഹൗ മെനി ഡെപ്പോസിറ്റ്, എന്താണ്, വാട്ട് ഈസ് ഡെപ്പോസിറ്ററി സിസ്റ്റം ആൻഡ് ഹൗ യു ക്യാൻ, അത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം പറയുന്നത് യു ക്യാൻ കമ്പയർ എ ഡെപ്പോസിറ്ററി വിത്ത് എ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇൻ എ ബാങ്ക്. Then you later you just move on to what is depository participant. Correct. A big bank, sorry, for example, Reserve Bank and other banks, that is what is depository participant. You can relate that into that. Then how to open an account and how the dematerialization process happens, how the rematerialization process happens. All those things can be discussed about. Okay. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് എത്രമാത്രം വലിയ ക്വസ്റ്റ്യൻസ് ആണ്. സേ യുവർ ക്വസ്റ്റ്യൻ ഇസ് 4 marks. There is no need for you to write 4 pages or 3 pages or 2 pages. Even a one page in the sense, not the 2 sides. One side of the page is enough. So you should make your question answers like as good as like the questions. Like questions എത്ര വലുതാണോ അത്രയും വലിയ ആൻസർ ആയിരിക്കണം. ഡിമാറ്റിന്റെ പ്രോസസ് ഒക്കെ ചോദിക്കാം, സിമ്പിൾ ആണ്. ഒന്ന് എൻ്റെ ഓഡിയോ കേട്ടാൽ മതി, അല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഹാവ് എ ലുക്ക് ഓൺ ടു ദ ബുക്ക്. പിന്നെ ഈ ഡിമാറ്റ് ചെയ്ത ഷെയറിന് പ്ലെഡ്ജ് ഹൈപ്പോത്തിക്കേഷൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഈ ഷെയറിന്റെ കോള് നമ്മൾ വിളിക്കുമ്പോൾ ഫോർഫീച്ചർ എവിടെയാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക? ഫോർഫീച്ചർ, ദ പ്രൊവിഷൻ ഫോർ ഫോർഫീച്ചർ ഷുഡ് ബി മെൻഷൻഡ് ഇൻ ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദ കമ്പനി. If any of you looking onto this chapter have not received my short notes or important questions, definitely you can ask for it. And I have a question for you, like this question we will analyze. One of the questions which I like very much. The board of directors of Akash Limited listed company at its meeting held on 1st April 2015 അവരൊരു ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നു 1:1 റേഷ്യോയിൽ. സോ ഡയറക്ടർ വേറൊരു മീറ്റിങ്ങിൽ ആ പ്രപ്പോസൽ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നു. അതായത് ഒരു മീറ്റിംഗിൽ അവർ ബോണസ് കൊടുക്കാമെന്ന് പറയുന്നു, അടുത്ത മീറ്റിംഗിൽ പ്രപ്പോസൽ റിവേഴ്സ് ചെയ്യുന്നു. വാട്ട് ഈസ് ദ സ്റ്റാറ്റസ്? Rule 14 of the Company Share and Debenture Rules 2014 says that the company which has once announced the decision of its board recommending a bonus issue will withdraw the same. This you keep in mind. അവരിൽ തീരുമാനിച്ച് അവർ വേണ്ടെന്ന് വെച്ചാൽ എന്താ ചെയ്യാന്ന് ചോദ്യമൊന്നുമില്ല ഇവിടെ. Rule says that actually. Okay, now we will move to chapter number 3, that is members and shareholders. Okay. ഞാൻ അതിൽ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസിനെ കുറിച്ച് നമ്മൾ ആൾറെഡി ഇവിടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞെങ്കിൽ കൂടെ അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാമെന്നുള്ള അതിനെക്കുറിച്ച് ഒന്നുകൂടി ഞാൻ പറയാം. ചാപ്റ്റർ 2 തന്നെ നമുക്ക് വി വിൽ ജസ്റ്റ് കണ്ടിന്യൂ വിത്ത് ചാപ്റ്റർ 2 ബിക്കോസ് ഇറ്റ് ഈസ് 4 പാർട്ട്. ചാപ്റ്റർ 2 ABCD റൈറ്റ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ ഇതിൽ ചോദിച്ചിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഏതിലാണ് ചോദിച്ചിട്ടുള്ള ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസിൽ എവിടെയാണോ ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്, ആൻഡ് റിഡംഷൻ ആൻഡ് ഇഷ്യൂ റിഡംഷൻ പ്രിഫറൻസ് ഷെയർസ്, റൈറ്റ് ഷെയർസ്, ഇസോപ്പ്, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത്. ഓക്കെ,
ആൻഡ് ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫറൻഷ്യൽ വോട്ടിംഗ് ബൈ സെക്ഷൻ 43A ഇസ് ഗോയിങ് ടു ബി കിങ് മേക്കർ. നല്ലൊരു ടോപ്പിക്കാണ്. റൈറ്റ് ഇഷ്യൂ ക്യാൻ ബി ഗുഡ്. ആൻഡ് സ്വിഫ്റ്റ് ഇക്വിറ്റി ഷെയർസ് ആർക്കൊക്കെ ഇഷ്യൂ ചെയ്യാം, എപ്പോഴൊക്കെ ഇഷ്യൂ ചെയ്യാം, അതിന്റെ പ്രൊവിഷൻസ് എന്താണ്? നിങ്ങൾ കമ്പനിയിലോ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അതിന്റെ പ്രൊവിഷൻസ് കൂടെ പഠിക്കും. ജനറൽ ആയിട്ട് എഴുതിയാൽ മാത്രം പോലെ അതിന്റെ പ്രൊവിഷൻസ് എഴുതണം. ഏത് കമ്പനിക്ക് പറ്റും, ഏത് കമ്പനിക്ക് പറ്റില്ല, എന്തൊക്കെ സിസ്റ്റംസ് ആണ് ക്ലിയർ ആയിട്ട് എഴുതാൻ പറയണം, അതിന്റെ പ്രൈസിങ് എങ്ങനെ ഉണ്ടാവേണ്ടത് എന്നൊക്കെ എഴുതണം. ഓക്കെ, നമ്മളിനി 2D പോവാം, അല്ലെങ്കിൽ 2B കഴിഞ്ഞാൽ 2C. ഏതാണ് 2C? ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വേറൊരു ചാപ്റ്ററാണ്. ചാപ്റ്റർ 2 4 പോർഷൻ ആണുള്ളത്. That is buyback of securities, reduction of share capital. See, buyback of securities and reduction of share capital വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഈ ബുക്കിൽ തന്നെ, അല്ലെങ്കിൽ ഈ കമ്പനി ലോയില് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഫോർ ആസ് എ കമ്പനി സെക്രട്ടറി ഫോർ യു. ചിലപ്പോൾ നിങ്ങളുടെ കമ്പനി പെട്ടെന്ന് തീരുമാനിക്കുകയാണ് നിങ്ങളുടെ കമ്പനിയുടെ ഷെയർ ബൈബാക്ക് ചെയ്യാൻ. കാരണം കമ്പനിക്ക് ആൾക്കാരത്തെ ഷെയർ വേണ്ട. നമുക്കറിയാം പല കമ്പനികളും when they doesn't need money from the public, or they have reached a saturation point, or they have some enough reserves to pay back them, so definitely they will go for a buyback. അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യും. കാരണം എന്താണ്, ഒരു ഹ്യൂജ് ക്യാപിറ്റൽ വെച്ചിട്ട് അത്രയും വലിയൊരു ബിസിനസ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല, അത്രമാത്രം ഫണ്ടിന്റെ റിക്വയർമെന്റ് ഇല്ലെങ്കിൽ കുറച്ച് ഫണ്ട് അവരെന്ത് ചെയ്യും, അവർ റിസർവ് കൊണ്ട് റെഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻസ് സാധാരണ ചിലപ്പോൾ സംഭവിക്കാറുള്ളത് തന്നെയാണ്. ബൈബാക്കിന്റെ പ്രൊവിഷൻസ്, അതിൽ ബൈബാക്കിന്റെ പ്രൊവിഷൻസ് പഠിക്കുക. സെക്ഷൻ 66 റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ പറയുന്നത്. സറണ്ടർ ഓഫ് ഷെയർസ്, ഫോർഫീച്ചർ ഞാൻ ആൾറെഡി പറഞ്ഞു, ഡിമിനേഷൻ നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതിൽ നോക്കുന്നത് റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ബൈബാക്ക് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഒന്ന് മനസ്സിലെത്തി പഠിക്കുക. ആൻഡ് ഫോർഫീച്ചർ, അതിന്റെ പ്രോസസ് എന്താണ് ഫോർഫീച്ചർ ചെയ്ത ഷെയർ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുമോ? എനിക്കറിയില്ല, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഫോർഫീച്ചർ ഷെയർസ് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇഫ് യു ഡോണ്ട് നോ, യു ആസ്ക് മീ ത്രൂ വാട്സ്ആപ്പ്. ദെൻ ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ. നിങ്ങളെ ഏറ്റവും കൂടുതൽ ആസ് എ കമ്പനി സെക്രട്ടറി, ഞാൻ എപ്പോഴും എക്സാം വ്യൂ പോയിന്റിലാണ് പറയുന്നത്. ആസ് എ കമ്പനി സെക്രട്ടറി ഞാനൊരു സബ്ജക്ട് കമ്പനി, അതിന്റെ എക്സാം വ്യൂ പോയിന്റ് ആസ് എ കമ്പനി സെക്രട്ടറി, ഹൗ ഇമ്പോർട്ടന്റ് ദിസ് ചാപ്റ്റർ ഈസ് ഫോർ യു. ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഇസ് എ മെയിൻ വർക്ക് ഓഫ് എ കമ്പനി സെക്രട്ടറി. നിങ്ങളുടെ ജോലിയാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ ചാപ്റ്റർ. ട്രാൻസ്മിഷൻ, ഇതിൽ വരുന്ന ഓഫീസർ ആൻഡ് ഡിഫോൾട്ട് എന്ന് പറയുന്ന പ്രൊവിഷനിൽ വൺ ഓഫ് ദ മെയിൻ പേഴ്സൺ ഹു ഹാവ് ബീൻ ഡിസ്കസ്ഡ് ആസ് എൻ ഓഫീസർ ആൻഡ് ഡിഫോൾട്ട് ഈസ് യു ആർ ദ കമ്പനി സെക്രട്ടറി. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ തന്നെയാണ് ഇതിന്റെ ഉത്തരവാദി. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ ജോലിയാണ്. അപ്പൊ ഇതിന്റെ പ്രോസസ്സ് ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ട്രാൻസ്ഫറിന് എത്ര സമയത്തുള്ള ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, എത്ര സമയത്തുള്ളിൽ ചെയ്യണം, എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് അപ്രൂവൽ എടുക്കേണ്ടത്, അത് എത്ര ദിവസം ഡിസ്പാച്ച് ചെയ്യണം, ഷെയർ ആണെങ്കിൽ എങ്ങനെയാണ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നത്, ട്രാൻസ്മിഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിൽ ലീഗൽ റെപ്രസെന്റേറ്റീവ് ആണെങ്കിൽ എന്താണ് ചെയ്യുന്നത്, നോമിനി ഇല്ലാത്ത കേസിൽ എന്താണ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയണം. എന്താണ് ബ്ലാങ്ക് ട്രാൻസ്ഫർ, ഫോർജ്ഡ് ട്രാൻസ്ഫർ, ആൻഡ് ലീൻ ഓൺ ഷെയർസ്. വെദർ കമ്പനി ഹാവ് എ ലീൻ ഓൺ ഷെയർസ്, ക്യാൻ എ കമ്പനി എക്സസൈസ് ലീൻ ഓൺ ഷെയർസ്. ഉറപ്പായിട്ടും അതൊക്കെ അറിയണ്ടേ നമുക്ക്. അപ്പൊ ഇതൊക്കെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ അബൌട്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി ഓൺ ഷെയർസ്, ഷെയറിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണ് അടക്കുന്നത്? സ്റ്റാമ്പ് ഡ്യൂട്ടി? യു, ദ കമ്പനി ഈസ് പേയിങ് അല്ലെ? അങ്ങനെയല്ലേ? ഓരോ ഷെയർ വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും ഷെയർ പണ്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെയില്ല. ഇപ്പോൾ ഇലക്ട്രോണിക് ആണ്. സോ ദ കമ്പനി ഹാവ് ടു പേ എ ലംസം സ്റ്റാമ്പ് ഡ്യൂട്ടി. സെക്ഷൻ 56 ട്രാൻസ്ഫറിനെ കുറിച്ച് പറയുന്നത്. ആൻഡ് സെക്ഷൻ 56 ട്രാൻസ്ഫർ ഷെയർസ്. എന്ത് സെക്ഷൻ അല്ലേ? സെക്ഷനൊക്കെ പഠിക്കണം കേട്ടോ. ആൻഡ് ഫോർജ്ഡ് ട്രാൻസ്ഫർ, ഡീമെറ്റലൈസേഷൻ, റീമെറ്റലൈസേഷൻ ആൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചാപ്റ്റർ 2 പഠിക്കാനുള്ളത്. ചാപ്റ്റർ 2 വിത്ത് റിഗാർഡ് ടു ഷെയർസ്, ഷെയറിന്റെ ഇഷ്യൂ മുതൽ, ഇഷ്യൂന്റെ പ്രോസസ് മുതൽ, നമ്മൾ അതിന്റെ സറണ്ടർ, ഫോർഫീച്ചർ എല്ലാം നമ്മളിവിടെ സംസാരിച്ചു പോയി. ഡീമെറ്റലൈസേഷനും എല്ലാം സംസാരിച്ചു ചാപ്റ്റർ 2. ചാപ്റ്റർ 2 ആസ് എ ഹോൾ ഇറ്റ്സ് എ ഗുഡ് ചാപ്റ്റർ. നൗ കംസ് ടു ദ അനദർ ചാപ്റ്റർ. ചോദിച്ചാൽ പണി കിട്ടുന്ന ഒരു ചാപ്റ്റർ. അതാണ് പറയുന്നത്. ചോദിക്കണം എന്നില്ല, പക്ഷെ ചോദിച്ചാൽ നന്നായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള അനലൈസ് ചെയ്യുമ്പോൾ കഴിഞ്ഞ ഒരു 20, 22, 24 അറ്റംപ്റ്റ് ഞാൻ അനലൈസ് ചെയ്തിട്ടുണ്ട് പേഴ്സണലായിട്ട്. ഇതിൽ ചോദിക്കുമ്പോൾ ഒരു 15 മാർക്കിന് അല്ലെങ്കിൽ 10 മാർക്കിന് മേലെ ചോദിക്കും. ചോദിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് ചോദിക്കാറില്ല. അതായത് 2 മാർക്കിനും 1 മാർക്കിനും ചോദിക്കില്ല. ഇതിൽ ചോദിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലേ ചോദിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഒന്ന് പഠിച്ചിരുന്നാൽ കിട്ടിയാൽ ഊട്ടി അല്ലേ? അങ്ങനെയല്ലേ? ഓക്കെ,
എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരാൾക്ക് മെമ്പർ ആകാൻ പറ്റുക? ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ക്ലാസ്സിലും ഭയങ്കര ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. സോ ഡു ഓൾ ദ മെമ്പേഴ്സ് ആർ ഷെയർ ഹോൾഡേഴ്സ് ഓർ ഓൾ ദ ഷെയർ ഹോൾഡേഴ്സ് ആർ മെമ്പേഴ്സ്? ഈ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നത് ഒരു ചോദിക്കാൻ സാധ്യതയുള്ളതാ. വേണമെങ്കിൽ ചോദിക്കാം. എങ്ങനെയൊക്കെയാണ് നമുക്കൊരു മെമ്പർ ആകാൻ പറ്റുന്നത്? എങ്ങനെ നമ്മൾ മെമ്പർ അല്ലാണ്ടാകും? സെസേഷൻ ഓഫ് മെമ്പർഷിപ്പ്. Then with regard to register of members and foreign register of members, ഈ ഫോറിൻ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ ചെറിയൊരു ഒരു എന്താ പറയുക ലീഗൽ പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ചോദിക്കാം. സെക്ഷൻ 88 സബ്സെക്ഷൻ 4 ഇത് പറയുന്നത്. ഫോറിൻ രജിസ്ട്രേഷൻ 2013 സെക്ഷൻ 88 സബ്സെക്ഷൻ 4 ഫോറിൻ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ ഫോറിൻ രജിസ്റ്റർ ഏതൊക്കെ സമയത്താണ് ഫോറിൻ രജിസ്റ്റർ ഉണ്ടാവുക, അത് ഏത് രാജ്യത്തിലാണ് ഉണ്ടാവുക, അതിനെന്താണ് കണ്ടീഷൻ? ഇനി ആ രാജ്യത്തിലത്തെ ഓപ്പറേഷൻ നിർത്തുകയാണെങ്കിൽ ക്യാൻ ദേ ട്രാൻസ്ഫർ ദ എൻറ്റയർ രജിസ്റ്റർ ടു ഇന്ത്യ, മീൻസ് ദ ഹോം കൺട്രി? ആരാണ് സിഗ്നിഫിക്കന്റ് ബെനിഫിഷ്യൽ ഓണർ? സെക്ഷൻ 90 നമ്മൾ സംസാരിക്കുന്നത്. സിഗ്നിഫിക്കന്റ് ബെനിഫിഷ്യൽ ഓണർ. ഞാനൊരു കാര്യം പറയാട്ടോ. നിങ്ങൾ ഈ മാരത്തണൊക്കെ കേൾക്കുന്ന സമയത്ത് ഇഫ് യു ഡോണ്ട് ഹാവ് എ നോട്ട്ബുക്ക് ആൻഡ് പെൻ, എന്താ പറയാ, പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ്സ് വേരി ചെയ്യാൻ പറ്റുമോ? സെക്ഷൻ 48 ആണ് നോക്കേണ്ടത്. സെക്ഷൻ 48 ഓഫ് കമ്പനീസ് ആക്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ് വാരി ചെയ്യാൻ പറ്റും. വാരി ചെയ്യാൻ പറ്റുമെങ്കിൽ ഏതൊക്കെ കേസിലാണ് അത് വാരി ചെയ്യാൻ പറ്റുക, എന്തുകൊണ്ട് അത് വാരി ചെയ്യാൻ പറ്റും, അത് നമുക്ക് അറിയണം അല്ലേ? ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ് വാരി ചെയ്യാൻ പറ്റും. This is another question which I really fear like you may get confused to answer. Shareholders democracy. അപ്പോൾ ഷെയർ ഡെമോക്രസിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. I just read out the answer, like if you like to have this. The concept of shareholders democracy ഈ പ്രസന്റ് ഡേ കോർപ്പറേറ്റ് വേൾഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഷെയർ ഹോൾഡേഴ്സ് ആണ് സൂപ്പർ പവേഴ്സ് ഇൻ ടുഡേസ് കോർപ്പറേറ്റ് വേൾഡ്. അവർക്ക് എല്ലാ അധികാരങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ അവർക്ക് നേരിട്ടോ അല്ലാണ്ട് അവർ ഇലക്റ്റഡ്. പണ്ടത്തെ കാലത്തൊക്കെ ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ആ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഏട്ടനും അനിയനും അമ്മാവനൊക്കെ പാടെ ചേർന്നാണ് മാനേജ്മെന്റ് ഉണ്ടാവുക. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് ഇപ്പൊ 2020 ഏപ്രിൽ 1, 2020 മുതൽ 1000 ലിസ്റ്റഡ് കമ്പനീസിലെ ടോപ്പ് ലിസ്റ്റഡ് കമ്പനീസ് 1000 ലിസ്റ്റഡ് കമ്പനീസ് ദേ ഷുഡ് ഹാവ് 50% ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്. ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് പറഞ്ഞാൽ ആരാ? ആ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാർ വേണം നിർബന്ധമായി. അപ്പൊ ഷെയർ ഹോൾഡേഴ്സ് ഡെമോക്രസി എന്ന കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആക്ച്വലി കമ്പനീസ് ആക്ട് പ്രകാരം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും ഓട്ടോമാറ്റിക് ചില പവറുകൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡേ ടു ഡേ മാനേജ്മെന്റിന് മാത്രമുള്ള പവറാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുള്ളത്. എന്നാൽ അതിന് വളരെ കീ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ, അത് ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്, ഇൻവെസ്റ്റ്മെന്റ് ആകട്ടെ, ഷെയർ ഒബ്ജക്ട് ക്ലോസിന്റെ ചേഞ്ച് ആവട്ടെ, അല്ലെങ്കിൽ ലയബിലിറ്റി ചേഞ്ച് ആവട്ടെ, ഇതിനൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ആർക്കാണ്? ഷെയർ ഹോൾഡേഴ്സിനാണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഡെമോക്രസിയുടെ ഒരു പില്ലറാണത്. ഏത്? ബോർഡ് മീറ്റിംഗും ജനറൽ മീറ്റിംഗ്സും. ദെൻ അവരുടെ ഡയറക്ടേഴ്സ് എക്സെപ്റ്റ് ത്രൂ മീറ്റിംഗ്സ് ഓഫ് ദ ബോർഡ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ത്രൂ ജനറൽ മീറ്റിംഗ്. ദ കോൺസ്റ്റിറ്റ്യൂഷണലി എല്ലാ കാര്യങ്ങളും ജനറൽ മീറ്റിംഗിലാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നതെങ്കിൽ കൂടെ ചില അധികാരങ്ങൾ എന്ത് ചെയ്യുന്നു? ജനറൽ മീറ്റിംഗ് ബോർഡ് മീറ്റിംഗിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബോർഡ് അല്ല സുപ്രീം, ഷെയർ ഹോൾഡേഴ്സ് ആണ് സുപ്രീം എന്ന് പറയുന്നത്. ആൻഡ് വീറ്റോ പവർ അണ്ടർ കമ്പനി, അതായത് ഒരു ഷെയർ ഹോൾഡേഴ്സിന് വല്ല വീറ്റോ പവർ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ആൻഡ് കാസ്റ്റിംഗ് വോട്ട്. അതെന്താ കാസ്റ്റിംഗ് വോട്ട്? ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഈക്വാലിറ്റി ഓഫ് വോട്ട്സ് ഉണ്ടാകുന്നു. ആ സിറ്റുവേഷനിൽ ചെയർമാൻ അല്ലെങ്കിൽ ആരാണോ അത് പ്രിസൈഡ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒരു എക്സ്ട്രാ വോട്ട് കിട്ടും. അതാണ് കാസ്റ്റിംഗ് വോട്ട്. ഇത്രയാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ കാണുന്നത്, ഈ ചാപ്റ്ററിൽ കാണുന്നത്. അതിന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നോക്കാം, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ് കേട്ടോ. ഓൾ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി ആർ മെമ്പേഴ്സ് ആൻഡ് ഓൾ മെമ്പേഴ്സ് ഓഫ് എ കമ്പനി ആർ ഷെയർ ഹോൾഡേഴ്സ്. എലുസിഡേറ്റ്. ഈ ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചോണേ. And subscribers to the memorandum deemed to be subscribers to the memorandum deemed to be the members. അങ്ങനെയാണോ? ആരാണ് സബ്സ്ക്രൈബേഴ്സ് മെമ്മറാണ്ടം? എന്താണ് സബ്സ്ക്രൈബേഴ്സ് മെമ്മറാണ്ടം? അതിൽ എന്താണ് സബ്സ്ക്രിപ്ഷൻ ക്ലോസിൽ എന്താണ് എഴുതുന്നത്? അതിനെന്താണ് കണ്ടീഷൻ? ഇതറിയണം. മെമ്മറാണ്ടത്തെ കുറിച്ച് ശരിക്കും പഠിച്ചാൽ നമുക്കിത് മനസ്സിലായി. മെമ്മറാണ്ടം നമ്മൾ എവിടെ പഠിച്ചേ? സെറ്റിംഗ് അപ്പിൽ അല്ലേ? സബ്സ്ക്രിപ്ഷൻ ക്ലോസ് നമ്മൾ എവിടെ പഠിച്ചേ? സെറ്റിംഗ് അപ്പിൽ. എന്നോട് പലരും ചോദിക്കേ
സാർ 2 പേപ്പർ 2 ഗ്രൂപ്പ് ഒരുമിച്ച് എഴുതണോ അതൊരു ഗ്രൂപ്പ് എഴുതിയാൽ മതിയോ? സോ ഐ സജസ്റ്റ് ലൈക്ക് ഇഫ് യു വാണ്ട് യു റൈറ്റ് ബോത്ത് ഗ്രൂപ്പ്സ് അറ്റ് വൺസ്. ബിക്കോസ് ആദ്യത്തെ ഗ്രൂപ്പിലുള്ള കുറേ കാര്യങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പിൽ സംസാരിക്കുന്നുണ്ട്, സെക്കൻഡ് ഗ്രൂപ്പിന് ഭയങ്കരമായിട്ട് സപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു പ്രിപ്പയർ ഫോർ ദ 8 പേപ്പർ എഴുതുന്നത് എന്താ ഇത്ര ടഫ്? ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് 8 പേപ്പർ പാസ്സാവാനുള്ള സാധ്യത കൂടുതലാണ്. പഠിക്കാനും സുഖാട്ടാ, പഠിക്കാൻ സൂപ്പറായിട്ട് സുഖം. ബട്ട് ദാറ്റ് ഈസ് അപ് ടു യു ടു ഡിസൈഡ്. രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് അത് എവിടേക്കാണ് സൂക്ഷിക്കേണ്ടത്, അതിന്റെ ഇൻസ്പെക്ഷൻ. രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, ഇൻഡെക്സ് ഓഫ് മെമ്പേഴ്സ്, എവിടെയാണ് സൂക്ഷിക്കേണ്ടത്, അതിന്റെ ഇൻസ്പെക്ഷൻ. ഇനി ഇൻസ്പെക്ഷൻ റെഫ്യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന പണി എന്താണെന്ന് പഠിച്ചു വെച്ചോ. കാരണം പണി കിട്ടുമ്പോൾ നമുക്കതൊരു ഒരു എൻജോയ് ചെയ്യാം. വാട്ട് ഈസ് GDR? ആൻഡ് GDR ഹോൾഡറെ മെമ്പറായിട്ട് കണക്കാക്കുമ്പോൾ എപ്പോഴാണ് GDR ഹോൾഡർ, ഗ്ലോബൽ ഡിപ്പോസിറ്ററി ഹോൾഡർ, മെമ്പർ ആകുന്നത്? ഈ ക്വസ്റ്റ്യൻ വളരെയധികം പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു 2-3-4 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഞാനൊന്ന് പറയാം. ഉത്തരം മനസ്സിലാക്കാൻ ശ്രമിക്കും. കാരണം എന്തിനാ ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ പറയണമെന്ന് അറിയാമോ? ചില സമയത്ത് നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചില പ്രോബ്ലംസ് മനസ്സിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടാം. ഒരാള് ഹി അപ്ലൈഡ് ഫോർ 4,000 ഷെയർസ് ഇൻ എ കമ്പനി, പക്ഷെ അയാൾക്ക് അലോട്ട്മെന്റ് കൊടുത്തില്ല കമ്പനി. ഓക്കെ, നിങ്ങൾ ഒരു കമ്പനിയിൽ ഷെയർ അപ്ലൈ ചെയ്യുന്നു, നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്നില്ല. ഓക്കെ, ദെൻ അതിനുശേഷം അദ്ദേഹത്തിന്റെ പേരിലേക്ക്, കാരണം അദ്ദേഹത്തിന് അത് റിജക്ട് ചെയ്യപ്പെട്ടു, അദ്ദേഹത്തിന് കൊടുത്തില്ല, പക്ഷെ പൈസ തിരിച്ചിട്ടില്ല. അപ്പോൾ ആ സമയത്തുള്ളിൽ കമ്പനിയിൽ എങ്ങനെയോ കമ്പനി എന്ത് ചെയ്തു, വേറെ ആരും വേണ്ടെന്ന് പറഞ്ഞു. വാട്ട് എവർ ബി ദ റീസൺ, ഇദ്ദേഹം നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 4,000 ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങളെ മെമ്പർ ആക്കിയിട്ട് നിങ്ങളുടെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ എഴുതി. നിങ്ങൾക്കത് മനസ്സിലായി, അതായത് നിങ്ങളുടെ പേര് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിലുണ്ട്, നിങ്ങളുടെ ഷെയറിന്റെ അപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ട് നിങ്ങളുടെ പേര് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിലുണ്ടെന്ന് 4,000 ഷെയർ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ മിണ്ടാണ്ടിരിക്കുന്നു. എന്താ വെച്ചായിക്കോട്ടെ, ഞാൻ ചോദിച്ചിട്ടൊന്നുമല്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ മിണ്ടാണ്ടിരിക്കുന്നു. ദെൻ ആ കമ്പനി, നിങ്ങളുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കമ്പനി അടിപൊളിയായിട്ട് നടത്തി, കമ്പനി അങ്ങ് ലിക്വിഡേഷനിലേക്ക് പോയി. ലിക്വിഡേഷനിലേക്ക് പോയപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്, നിങ്ങളൊരു കോൺട്രിബ്യൂട്ടറി ആയി. കാരണം എന്താണ്, നിങ്ങൾ ചിലപ്പോൾ ഷെയറിന്റെ അപ്ലിക്കേഷൻ മണി അടച്ചിട്ടുണ്ടാവുള്ളൂ. അതാണ് അപ്ലിക്കേഷൻ റിജക്ട് ചെയ്തത്. അത് റിജക്ട് ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾക്ക് ഷെയർ കിട്ടിയിട്ടില്ല എന്ന്. പക്ഷെ വീണ്ടും എന്ത് ചെയ്തു, കമ്പനിക്ക് 4,000 ഷെയർ കമ്പനി എന്ത് ചെയ്തു, വേറെ ഏതോ ആളുടെ നിന്ന് കിട്ടിയപ്പോൾ അത് നിങ്ങളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നു. നിങ്ങൾക്കത് മനസ്സിലായി, എന്നിട്ട് നിങ്ങൾ ഒരു ആക്ഷനും എടുത്തില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വാട്ട് ഹാപ്പൻഡ്, കമ്പനി വെന്റ് ടു ലിക്വിഡേഷൻ ആൻഡ് ദ കമ്പനി ആസ്ക്ഡ് യു ടു പേ ദ ബാലൻസ് മണി. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? പൈസ കൊടുക്കണോ, കൊടുക്കണ്ടേ? കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട്. ജനറൽ നോളജ് ആൻസർ ഒന്നും എനിക്ക് വേണ്ട കേട്ടോ, അങ്ങനത്തെ ആൻസർ ഒന്നും ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. MFRD ക്രൂസ് എന്ന് പറയുന്ന കേസിലെ മദ്രാസ് ഹൈക്കോടതി ഡിസിഷനാണ്. വെൻ എ പേഴ്സൺ നോസ് ദാറ്റ് ഹിസ് നെയിം ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ രജിസ്റ്റർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഹിസ് സ്റ്റാൻഡ്സ് ബൈ ആൻഡ് അലോ ഹിസ് നെയിം ടു റിമെയിൻ. അതായത് ഒരാൾക്ക് മനസ്സിലാവാണ് അയാളുടെ പേര് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ ഉണ്ടെന്നും അത് മനസ്സിലായതിനു ശേഷവും ആ പേര് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ അയാൾ അനുവദിക്കുകയാണെങ്കിൽ എന്താണ് ഹോൾഡിംഗ് ഔട്ട് ഓർ എസ്റ്റോപ്പൽ പഠിച്ചിട്ടില്ലേ? അപ്പൊ സോ ഹി ഈസ് ഹോൾഡിംഗ് ഔട്ട് ആസ് എ ഷെയർ ഹോൾഡർ ടു ദ പബ്ലിക്. സോ ഹി ലോസസ് ടു ഹാവ് ദ റൈറ്റ് to his name to be removed from the register of members. So he have no right. So he is a shareholder. He need to pay. Careful. Maunam sammadam. Okay. Third chapter we are completing. There are many questions available on this. Like if any of you have in that, either join Artha Institute of Management or ask me for the company law questions. I will give you that. Join nun cheyanda ട്ടോ. Join ചെയ്യാൻ വെറുതെ പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടികളെ പഠിച്ചോളാം, നമ്മുടെ സഹായം നിങ്ങൾക്ക് ഉണ്ടാവും, ഒരു പേരും പഠിക്കണ്ട. So I'm moving to 4th chapter. Okay. Okay. 4th chapter is debt capital. കടമാണ് നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ടത്. പണ്ടാരോ പറഞ്ഞ പോലെ ഇപ്പോൾ ഓരോ സംസ്ഥാനത്തിനും കണക്കെടുക്കുകയാണെങ്കിൽ ഓരോ പൗരനും ലക്ഷക്കണക്കിന് കടങ്ങളുള്ള സംസ്ഥാനങ്ങളുണ്ട്. അപ്പൊ കടം ഒരു രസമാണ്.
അതും ഈ പ്രത്യേകിച്ച് ഈ COVID-19 സമയത്തൊക്കെ ആൾക്കാർ കടം ചോദിച്ചു തരും അല്ലേ. ആ ഒരു കമ്പനി ആകുമ്പോൾ ഒരു കമ്പനി നടത്താൻ എപ്പോഴും ഓണേഴ്സ് ഇക്വിറ്റി വെച്ച് മാത്രം നമുക്ക് നടത്താൻ പറ്റില്ല. ഓണേഴ്സ് ഇക്വിറ്റി ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷെ നമുക്ക് ഷോർട്ട് ടൈം ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ഷോർട്ട് ടൈം കാര്യങ്ങൾക്ക് കുറച്ച് ഫണ്ടിന്റെ ആവശ്യമുണ്ട്. ആ ഫണ്ട് നമ്മൾ പലപ്പോഴും പല കമ്പനികളും അവരുടെ ഫണ്ട് റേസ് ചെയ്യുന്നത് ഡെബ്റ്റ് ക്യാപിറ്റൽ വഴിയാണ്. ഡെബ്റ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതിന് അവർക്ക് അധികാരം ഉണ്ടാവണം. അവർ മെമ്മോറാണ്ടം ആണെങ്കിലും ആർട്ടിക്കിൾസിലാണെങ്കിലും അതിന് അധികാരം ഉണ്ടായിരിക്കണം. പിന്നെ അതിന് ഏതൊക്കെ തരം ബോറോയിങ്സ് ആണ് അവർ എടുക്കേണ്ടത്, എപ്പോഴാണ് എടുക്കേണ്ടത്, അതിന്റെ പ്രോസസ്സ് എന്താണ്, അതെങ്ങനെയാണ് സെക്യൂരിറ്റൈസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കണം. ഇതിൽ കൂടുതലായിട്ട് ചോദിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. പക്ഷേ ഇൻ സം പ്ലേസസ് ദേ ഹാവ് ആസ്ക്ഡ് വാട്ട് വിൽ സേ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ്. ബോറോയിങ് പവേഴ്സ് ആൻഡ് അൾട്രാ വയർസ് ബോറോയിങ് ആൻഡ് ഡിബഞ്ചറിനെ കുറിച്ച് മനസ്സിലാക്കുക. വാട്ട് ഈസ് ഡിബഞ്ചർ ടൈപ്സ് ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ ഡിബഞ്ചർ സ്റ്റോക്ക്, എങ്ങനെയാണ് ഡിബഞ്ചർ ട്രസ്റ്റി അപ്പോയിന്റ് ചെയ്യുന്നത്, ഡിബഞ്ചർ ട്രസ്റ്റിയുടെ ജോലികൾ, ഡിബഞ്ചർ ട്രസ്റ്റിയെ ഡിബഞ്ചർ നന്നായിട്ട് ഫോക്കസ് ചെയ്തോളൂ കേട്ടോ ആ ടോപ്പിക്. ഡിബഞ്ചർ ട്രസ്റ്റ് ഡീഡ്, ഡെപ്പോസിറ്റ് സെക്ഷൻ 73 ഡെപ്പോസിറ്റ്സിന്റെ എടുക്കാനുള്ള അവകാശം. ആ ഡെപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രോസസ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡിബഞ്ചേഴ്സ് ആൻഡ് ഷെയർസ്. ദാറ്റ് ക്യാൻ ബി എ ക്വസ്റ്റ്യൻ. എന്തൊക്കെ തരം ബോറോയിങ്സ് ഉണ്ടാകാം എന്നുള്ളതാണ്. ഒരു കമ്പനിക്ക് ഏതൊക്കെ തരം ബോറോയിങ് ഉണ്ടാകാം? ലോങ് ടേം, ഷോർട്ട് ടേം, മീഡിയം ടേം, സെക്യൂർഡ്, അൺസെക്യൂർഡ്, സിൻഡിക്കേറ്റഡ്. വാട്ട് ഡു യു മീൻ ബൈ സിൻഡിക്കേറ്റഡ് ബോറോയിങ്? ഇപ്പം നമ്മളൊരു ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നു, ഞങ്ങളൊരു ക്വസ്റ്റ്യൻ എടുക്കാറുണ്ട്. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ, ഞാൻ ജസ്റ്റ് വിരാട് കോഹ്ലി, വിരാട് കോഹ്ലിക്ക് മുകളിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കണമെന്ന് കൂട്ടുക. വിരാട് കോഹ്ലി ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത് എത്ര രൂപ വേണ്ടി വരും വിരാട് കോഹ്ലിക്ക്? 1000 കോടിക്ക് എടുക്കാമോ? 500 കോടി എടുക്കാം. കാരണം ഹി സച്ച് എ ബിഗ് പ്ലെയർ ആൻഡ് ഹിസ് വാല്യൂ ഈസ് നോട്ട് ലൈക്ക് മൈ വാല്യൂ ഓർ യുവർ വാല്യൂ. കറക്റ്റ് നോ? കാരണം അയാൾക്ക് ടോട്ടൽ ലോസ് ഉണ്ടാകുന്നത്. അപ്പോൾ 500 കോടിക്ക് അയാൾ ലൈഫ് ഇൻഷുറൻസ്, ഒരു എക്സാമ്പിൾ പറയാണ് കേട്ടോ ഞാൻ. It may not be 500 crores. He may be insuring only for 10 crores, whatever it may be. I don't know. So let's take 500 crores as an example. ഇപ്പൊ ഒന്ന് ആലോചിച്ചു, ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്ക് വിരാട് കോഹ്ലി 500 കോടിക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റുമോ? എന്താ പറ്റാണ്ട്? പറ്റുമല്ലോ സാർ? പറ്റില്ല സാർ. എന്താ കാര്യം? 500 കോടിക്ക് എന്തെങ്കിലും, ഞാനൊരു എക്സാമ്പിൾ പറയാണ്, എക്സാമ്പിൾ മാത്രം. എക്സാമ്പിൾ ടൈറ്റാനിക് ഒരു കമ്പനി ഇൻഷുർ ചെയ്തിരുന്നെങ്കിൽ ആ കമ്പനിയുടെ അവസ്ഥ എന്തായിരുന്നു? Eventually Titanic sank. The ship is lost. Thousands died. The ship never recovered. ഒരു ഇൻഷുറൻസ് കമ്പനി എങ്ങാനും ടൈറ്റാനിക്കിനെ ഇൻഷുർ ചെയ്തിരുന്നെങ്കിൽ ആ കമ്പനിയും ആ ടൈറ്റാനിക്കിനൊപ്പം അടിയിലേക്ക് പോകും. കമ്പനി പൊളിഞ്ഞ് പാളീസായി പോകും. കറക്റ്റ്? അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ആ കമ്പനി ആ ടൈറ്റാനിക് ഇൻഷുർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ ആസ് എ കമ്പനി സെക്രട്ടറി വാട്ട് യു വിൽ സജസ്റ്റ് ടു യുവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്? സർ, പ്ലീസ് ഡോണ്ട് ഡു ഇൻഷുറൻസ് ഫോർ ടൈറ്റാനിക് ആസ് ആൻ ഇൻഡിവിജ്വൽ insurer. What we need to do is like we need to go for a syndicated insurance plan. What is that? So you take this agreement, like you will be interacting with the Titanic company and you will talk to another 10 or 15 or 20 insurance companies and you divide your risk. 20 കമ്പനി ഉണ്ട്, അവരോട് പറയുന്നു 1000 കോടിക്ക് ഇൻഷുർ ചെയ്യേണ്ടത്, 50 കോടിക്ക് ഇൻഷുർ ചെയ്യുന്നു. അപ്പൊ ഈ എന്തെങ്കിലും സംഭവിച്ചാലും ദ റിസ്ക് ഈസ് ഡിസ്ട്രിബ്യൂട്ട്. അതാണ് സിൻഡിക്കേറ്റഡ്. അപ്പൊ സിൻഡിക്കേറ്റഡ് ബോറോയിങ് ഉണ്ടാകാം, സിൻഡിക്കേറ്റഡ് ഇൻഷുറൻസ് ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് ആ സിൻഡിക്കേറ്റഡിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ബയലാറ്ററൽ, പ്രൈവറ്റ്, പബ്ലിക് ബോറോയിങ്സ്. ആർക്കൊക്കെ ഡിബഞ്ചർ ട്രസ്റ്റീസ് ആകാൻ പറ്റില്ല? ദെൻ ഒരു അൺസെക്യൂർഡ് ഡിബഞ്ചർ ഹോൾഡർക്ക് അയാളുടെ റൈറ്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും സോളമൻ വേഴ്സസ് സോളമൻ കേസൊക്കെ ഇൻബിൽഡ് ചെയ്യാം. ഓക്കെ, പറ്റില്ലേ? സോളമന്റെ കേസിന്റെ ഫണ്ട് തന്നെ സെക്യൂർഡ് അൺസെക്യൂർഡ് ഡെറ്റ് അല്ലേ? Okay, so one question. Deposits markada deposits section ആണ് deposits പറയുന്നത്. ഏത് സിറ്റുവേഷനിലാണ് ഒരു കമ്പനിക്ക് ഡെപ്പോസിറ്റ് എടുക്കാൻ പറ്റുക എന്നതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സോ ഹാവ് എ ലുക്ക് ഓൺ ടു ദാറ്റ്. ഡെപ്പോസിറ്റ്സ് മറക്കരുത്. ഓക്കെ, നോ വി കം ടു റെസൊല്യൂഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൻഡിക്സ്, നിങ്ങളുടെ ഓരോ ചാപ്റ്ററിൻ്റെ അപ്പൻഡിക്സ് ഒരു പ്രാവശ്യങ്ങളും വായിച്ചു നോക്കണം. റെസൊല്യൂഷൻ്റെ ഫോർമാറ്റ്, എക്സ്പ്ലനറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റ്,
അത് അതിൻ്റെ ഒരു ഫോർമാറ്റ് പഠിച്ചു വെക്കണം. അത് അങ്ങനെ എഴുതി വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷെ നിങ്ങൾ അറിയാതെ പോലെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടുപോകും. നമ്മുടെ ഡെറ്റ് ക്യാപിറ്റൽ കഴിഞ്ഞു. നൗ വി മൂവ് ടു അൾട്രാ വയസ് ബോറോയിങ് ആൻഡ് ഇൻട്രാ വയസ് ബോറോയിങ്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പർപ്പസ് എന്താണ്, അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഡിബഞ്ചർ ട്രസ്റ്റിയെ കുറിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ചാപ്റ്ററാണ് ചാർജസ്. എന്താണ് ചാർജ്? ചാർജ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ലോൺ എടുക്കുന്നു. അപ്പം ലോണിന് ഒരു സാധനം നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നു. ആ സെക്യൂരിറ്റിയുടെ മുകളിൽ ഒരു അവകാശം ആ ലോൺ നമുക്ക് തരുന്ന കമ്പനിക്ക് ഉണ്ടാവും. ഇതാണ് അവർ ക്രിയേറ്റ് ചെയ്തതാണ് ചാർജ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ചാർജ്, എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാർജസ്, എങ്ങനെയാണ് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചാർജ് രജിസ്റ്റർ ചെയ്യുന്നത്, നോൺ രജിസ്റ്റേർഡ് ചാർജ് എന്ത് വാല്യൂ ഉണ്ട്, എങ്ങനെയാണ് ചാർജസ് മോഡിഫൈ ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇതിൽ എല്ലാ തരം ക്വസ്റ്റ്യൻസും ഡിസ്ക്രിപ്റ്റീവും ചോദിക്കാം, പ്രാക്ടിക്കലും ചോദിക്കാം, ആൻഡ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീനും ചോദിക്കാം. ചാർജ് എന്താണ്, ഫിക്സഡ് ചാർജ്, ഫ്ലോട്ടിംഗ് ചാർജ്, എപ്പോഴാണ് ചാർജ് ക്രിസ്റ്റലൈസ് ചെയ്യുക. അപ്പൊ ടൈപ്പ് ഓഫ് ചാർജസും ആൻഡ് ലൊക്കേഷൻസ് വെൻ ദ ചാർജസ് ഗെറ്റ് ക്രിസ്റ്റലൈസ്ഡ്. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴാണ് ക്രിസ്റ്റലൈസ് ചെയ്യുന്നത്? ദെൻ മോർട്ട്ഗേജ്. വാട്ട് ഡു യു മീൻ ബൈ മോർട്ട്ഗേജ്? രജിസ്ട്രേഷൻ ഓഫ് ചാർജസ്. അതിന്റെ ടൈം ലിമിറ്റ് ഉണ്ട്. എത്ര ദിവസം നമ്മൾ രജിസ്റ്റർ ചെയ്യണം? അൺരജിസ്റ്റേർഡ് ചാർജിന് എന്താണ് ഇഷ്യൂ? മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം രജിസ്റ്റർ ചെയ്യണം? ഏത് ഫോമാണ് നമ്മൾ കൊടുക്കേണ്ടത്? അതിന് മാക്സിമം ടൈം ലിമിറ്റ് അത് പഠിക്കണം കേട്ടോ. ചാർജ് എന്താണ്, രജിസ്റ്റർ ചെയ്യാനുള്ള ടൈം ലിമിറ്റ്. ഓക്കെ, സോ അതാണ് ചാർജ്. ചാർജിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വിൽ ഹാവ് എ ലുക്ക് ഓൺ ടു ദാറ്റ്. Essential features of charge. Mortgage and charge. Differentiate between mortgage and charge. Charge and pledge. Is it same? Charge and pledge? No? If not, what? What is the difference? Who can inspect the register of charges? എന്തൊക്കെ കാര്യങ്ങളാണ് രജിസ്റ്റർ ഓഫ് ചാർജസ് ഉണ്ടാകേണ്ടത്? ഇത്രയൊക്കെയാണ് സാധാരണ ചോദിക്കുക. ഞാൻ പറഞ്ഞു ചാർജ്, ടൈപ്പ് ഓഫ് ചാർജസ്, ക്രിസ്റ്റലൈസേഷൻ ഓഫ് ചാർജസ്, മോഡിഫിക്കേഷൻ ഓഫ് ചാർജസ്, അത് ചാർജ് രജിസ്റ്റർ ചെയ്യാനുള്ള സമയപരിധികൾ എന്തൊക്കെയാണ്, അത് കറക്റ്റ് സമയത്ത് ചെയ്തില്ലെങ്കിൽ റെക്ടിഫിക്കേഷൻ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, ഇതൊക്കെയാണ് ചാപ്റ്റർ 5 ചോദിക്കുന്നത്. Now we will move to another chapter. If any of you have not received the important questions, do contact me. ഞാൻ ഡിസംബർ 2020 എക്സാമിനെ കുറിച്ചാണ് പറയുന്നത്. ഡിസംബർ 2020 എക്സാം. അതിന് മുമ്പ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഐ എം ഫ്രീ, ലൈക്ക് ഐ എം വെരി ഹാപ്പി ടു ഷെയർ ദിസ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വീണ്ടും പറയുന്നു. 5 ഡിഫറൻസ് ബിറ്റ്വീൻ മോർട്ട്ഗേജ് ആൻഡ് ചാർജ്, ഫ്ലോട്ടിംഗ് ചാർജ് ആൻഡ് എങ്ങനെയാണ് ക്രിസ്റ്റലൈസ് ചെയ്യുന്നത്, ദെൻ കോൺസിക്വൻസ് ഓഫ് നോൺ രജിസ്ട്രേഷൻ ഓഫ് ചാർജസ്. ഇതൊക്കെ മൾട്ടിപ്പിൾ ടൈം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. Now we'll move to chapter number 6, distribution of profit, profit distribution. Distribution of profit distribution എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനി എങ്ങനെയാണ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഡിവിഡൻഡ് അല്ലേ? ഡിവിഡൻഡ് കൊടുക്കണം എന്ന നിയമമുണ്ടോ? Is there a rule that the company have to pay dividend? ഡിവിഡൻഡ് കിട്ടിയില്ലെങ്കിൽ കേസ് കൊടുക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. പറ്റുമോ? പറ്റില്ലേ? എനിക്കറിയില്ല. നിങ്ങൾ തീരുമാനം എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് നമുക്ക് ഡിവിഡൻഡിനെ പോവാം. സെക്ഷൻ 2 സബ്സെക്ഷൻ 35 ഡിവിഡൻഡിനെ കുറിച്ച് പറയുന്നത്. വാട്ട് ഈസ് ഇൻട്രിം ഡിവിഡൻഡ്, ഫൈനൽ ഡിവിഡൻഡ്. ഇനി പ്രോഫിറ്റ് ഇല്ലാത്ത സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? അതിന് പറയുന്ന റൂളാണ് റൂൾ 3 ഓഫ് കമ്പനീസ് ഡിക്ലറേഷൻ ഓഫ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് റൂൾസ് 2014. റൂൾ 3 പറയുന്നുണ്ട് അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട്, ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട്, IEPF. ഇത് നേരെ അങ്ങോട്ട് പോയ സെക്യൂരിറ്റീസ് ലോയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണത്. അതെന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ദെൻ ഡിവിഡൻഡ് കൊടുത്തില്ലെങ്കിൽ എന്താണ്? ഡിവിഡൻഡ് കൊടുത്താൽ കിട്ടുന്ന കൊടുത്തില്ലെങ്കിൽ കിട്ടുന്ന പണിഷ്മെന്റ് സെക്ഷൻ 127. സെക്ഷൻ 127 പറയുന്നു ഡിവിഡൻഡ് കൊടുത്തില്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടുമെന്ന്. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചത് ഉത്തരം തെറ്റാണോ? ഡിവിഡൻഡ് കൊടുക്കണമെന്ന് നിയമമുണ്ടോ? നിയമമുള്ളതുകൊണ്ടാണല്ലോ സെക്ഷൻ 127 പറയണത്. അതായത് ഡിവിഡൻഡ് കൊടുത്തില്ലെങ്കിൽ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണത്. അതായത് ഡിവിഡൻഡ് വൺസ് ഡിക്ലെയർഡ് ബൈ ദ ബോർഡ്, when the dividend has been declared by the company has not been paid. അതായത് ബോർഡ്
നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു, കമ്പനി ഡിക്ലെയർ ചെയ്യുന്നു. ഇഫ് ദ കമ്പനി ഡിക്ലെയർ ദ ഡിവിഡൻഡ് ആൻഡ് കമ്പനി ഫെയിൽ ടു ഡിസ്ട്രിബ്യൂട്ട് ദ ഡിവിഡൻഡ്, ദ കമ്പനി ഈസ് ലയബിൾ ടു പേ, ടു ബി പ്രോസിക്യൂട്ടഡ് ആൻഡ് ഇൻക്ലൂഡിംഗ് എ ഓഫീസർ ഇൻ ഡിഫോൾട്ട്, ഇൻക്ലൂഡിംഗ് ദ കമ്പനി സെക്രട്ടറി. ശരി. Now comes to the questions of this particular topic. Can a shareholder claim dividend after the dividend has been transferred to IEPF? ചിലപ്പോൾ ഈ ക്വസ്റ്റൻ അവിടെ ചോദിക്കാം സെക്യൂരിറ്റീസിലെ, പക്ഷെ ചോദിക്കാം IEPF-ലേക്ക്, ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം. അത് എപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഒരാൾ ഡിവിഡൻഡ് കമ്പനി ഡിക്ലെയർ ചെയ്തിട്ടും ബിക്കോസ് ഓഫ് സം റീസൺസ് ഹി കുഡ് നോട്ട് ടേക്ക് ദ ഡിവിഡൻഡ്, ആൾക്ക് ഡിവിഡൻഡ് കിട്ടിയിട്ടില്ല, 7 വർഷം ആ ഡിവിഡൻഡ് ക്ലെയിം ചെയ്തില്ലെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് പോവുള്ളൂ. ഇനി ആ 7 വർഷം ക്ലെയിം ചെയ്യാതെ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ബൈ ദ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, സെക്ഷൻ 125 പറയുന്നത്, അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ എന്താണ് അതിന്റെ പ്രോസസ്? ഇൻട്രീം ഡിവിഡൻഡ് എന്നാ നോക്കാം, അത് നോക്കണം. ഇൻട്രീം ഡിവിഡൻഡ്, വാട്ട് ഈസ് ഇൻട്രീം ഡിവിഡൻഡ്? 2 ആനുവൽ ഡിവിഡൻഡ് ഇടയിൽ കൊടുക്കുന്ന ഡിവിഡൻസിനാണ് ഇൻട്രീം ഡിവിഡൻഡ്. അതിന് യാതൊരു ലിമിറ്റേഷനും ഇല്ല. പക്ഷേ അതിന് മുമ്പ് എന്തുണ്ടാവണം? അവരുടെ പ്രൊജക്റ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ ചോദ്യം ശരിക്കും ചോദിക്കേണ്ടതാണ്. Can the dividend be declared out of previous year's profit transferred to reserve? അതായത് കഴിഞ്ഞ വർഷങ്ങളിലെ പ്രോഫിറ്റ് നമ്മൾ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു, ആ റിസർവിൽ നിന്ന് നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. പറ്റുമോ? സെക്ഷൻ 123(1) പറയുന്നുണ്ട്, അതിനുള്ള കണ്ടീഷൻസ് പറയുന്നുണ്ട്. സെക്ഷൻ 123(1). Then your article provides that actually dividend can be paid out of capital. Is it possible? No. Section 123(1) പറയുന്നുണ്ട് dividend cannot be paid out of capital. എവിടെ നിന്നൊക്കെ കൊടുക്കാൻ പറ്റുക ഡിവിഡൻഡ്? കറന്റ് ഇയേഴ്സ് പ്രോഫിറ്റ്, then out of profits of for any previous financial year, then out of money provided by central state government. ഏതെങ്കിലും കേസ് സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് നിങ്ങൾക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി ഫണ്ട് പ്രൊവൈഡ് ചെയ്തിട്ട് ഫണ്ടിന് കൊടുക്കാം. സെക്ഷൻ 123 മറക്കണ്ട, അത് മനസ്സിൽ വെച്ചോ, അത് വായിച്ചോ. ഈ ഓരോ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറയുന്നത്. ഇത് ലാസ്റ്റ് ഡേ നിങ്ങൾ ലാസ്റ്റ് 2-3 ദിവസം ഫൈനൽ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നോക്കേണ്ടതാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലാണ്ട് ആരെങ്കിലും രാജു സാർ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ പഠിച്ച് ഞാൻ പരീക്ഷ എഴുതി പാസ്സാവുന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ. 2-3 പ്രാവശ്യം റിവൈസ് ചെയ്ത ആൾക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത്, വിശ്വാസം കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. കറക്റ്റ്. കാരണം കമ്പനി സെക്രട്ടറി കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 1 നൈറ്റ് അഫെയർ അല്ല. പലരും എന്നോട് പറയാറുണ്ട്, സാർ ഞാൻ എന്തിനാ ഇത്രയും പൈസ കൊടുത്ത് പഠിക്കുന്നത്? ദാറ്റ് ഈസ് അപ് ടു യു ടു ഡിസൈഡ്. നിങ്ങൾ ഒരു ക്വാളിറ്റി ഉള്ള സാധനം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് പേ ദാറ്റ് മണി ആൾസോ. ഫോർ എക്സാമ്പിൾ ഞങ്ങളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ലത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സൗത്ത് ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. സൗത്ത് ഇന്ത്യയിൽ ഞങ്ങൾ മാത്രമാണ് ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെന്റർ. വേറെ ഒരു കോഴ്സ് ഇവിടെ പഠിപ്പിക്കും. ആൻഡ് ദ ലോവസ്റ്റ് പ്രൈസ് പോസിബിൾ ആണ് നമ്മൾ കൊടുക്കുന്നത്. അതും ആണ് ലിമിറ്റഡ് നമ്പർ 30 സീറ്റ് ഒരു ബാച്ചില്. അപ്പൊ അതന്നെ ആൾറെഡി നമ്മൾ ഫുള്ളാണ്. നമ്മൾ അതെന്തുകൊണ്ടാണ്? ആഗ്രഹമുള്ള കുട്ടികൾ പഠിക്കണം. നമ്മൾ ഒരു പരസ്യവും ചെയ്യില്ല, ഒരാളെ നമ്മളിലേക്ക് മോട്ടിവേറ്റ് ചെയ്യില്ല. കാരണം ഈ കോഴ്സ് ആഗ്രഹിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് പാസ്സാകും. കാരണം കരിയറിന്റെ ഗുണമുണ്ടാകുന്നത്. അപ്പൊ വെറുതെ നമ്മുടെ പേരിന്റെ അപ്പുറം ACS എന്ന് എഴുതാനാണെങ്കിൽ ഈ കോഴ്സ് പഠിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം വെറുതെ എന്തിനാണ് നമ്മൾ സമയം കളയുന്നത്? പക്ഷേ നല്ല ഡ്രീം ഉള്ള കുട്ടികളാണെങ്കിൽ +2 കഴിഞ്ഞാൽ തന്നെ ഈ കോഴ്സ് പഠിക്കാൻ തുടങ്ങാം. +2 കഴിഞ്ഞാൽ തന്നെ ഈ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ ലൈഫിൽ വളരെ വലിയ ചേഞ്ചസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. And all those things definitely 2013 കമ്പനിയിലോ 2020 ഡിസംബറിലെ പരീക്ഷ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനുള്ള റെസൊല്യൂഷന്റെ ഒരു കോപ്പി അതൊന്ന് പഠിച്ചു വെച്ചോ. ഡിവിഡൻഡ് ഡിക്ലെയർ റെസൊല്യൂഷൻ നിങ്ങളാണ് കമ്പനി സെക്രട്ടറി അല്ലേ? നോ. CSR വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. CSR വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ COVID-19 ഒക്കെ വന്ന സമയത്ത്
അതുപോലെ IPL എന്താണ് IPL-ഉം ISL-ഉം അങ്ങനത്തെ വലിയ വലിയ സ്പോർട്സ് മാമാങ്കങ്ങളൊക്കെ വരുമ്പോൾ ധാരാളം കോൺട്രവേഴ്സീസ് CSR-നെ കുറിച്ച് വരുന്നുണ്ട്, ധാരാളം ഡിസ്കഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ COVID-19 സമയത്തൊക്കെ കമ്പനികൾ എങ്ങനെയാണ് പണം ചെലവാക്കേണ്ടത്, എത്രമാത്രം ചെലവാക്കാം, ഇനി ഇപ്പോൾ ഈ വർഷം അധികം ചെലവാക്കിയാൽ അടുത്ത വർഷത്തെ CSR-ന്റെ ഫണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റും, ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആൻസർ ചെയ്യണം. യൂഷ്വലി ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരാറ്. എന്താണ് CSR, ആർക്കൊക്കെയാണ്, സെക്ഷൻ 135 CSR കുറിച്ച് പറയുന്നത്. CSR ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ, ആ ആപ്ലിക്കബിൾ അതിന് ലിമിറ്റ്സ് ഉണ്ട്, ഓരോ ക്യാപിറ്റൽ, ടേൺ ഓവർ അല്ലെങ്കിൽ പ്രോഫിറ്റ് ലിമിറ്റ്സ് ഉണ്ട്. അത് എത്ര വർഷം കണ്ടിന്യൂസ് ആയിട്ട് വേണമെന്നുണ്ട്, അതിനിടയിൽ ഒരു വർഷം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ വർഷം അവർ ചെയ്യണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 4 വർഷമായിട്ട് ഞാൻ CSR എക്സ്പെൻഡിച്ചർ ചെയ്യുന്ന ഒരു കമ്പനി സെക്രട്ടറിയാണ്. പക്ഷേ ഈ വർഷം അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ഈ ഒരു ക്രൈറ്റീരിയ, ദാറ്റ് ഈസ് ഓതറൈസ് ക്യാപിറ്റൽ ഓർ ടേൺ ഓവർ ഓർ ഓതറൈസ് ക്യാപിറ്റൽ അല്ല, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓർ നെറ്റ്വർത്ത് ഓർ ടേൺ ഓവർ ഓർ പ്രോഫിറ്റ്, ഇത് മൂന്നിൽ ഒരു കണ്ടീഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യുന്നില്ല. സോ ദിസ് ഇയർ ഞങ്ങൾക്ക് CSR വേണ്ട, അടുത്ത വർഷത്തെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഈ വർഷവും ഞാൻ CSR ചെയ്യണോ, ഇതൊക്കെ ഒരു ചോദ്യമാണ്. നിങ്ങളുടെ കമ്പനിയുടെ ബിസിനസ് പലതരത്തിലും ബാധിക്കപ്പെടാം. എന്തൊക്കെ ആക്ടിവിറ്റിക്കാണ് CSR ഫണ്ട് ഉപയോഗിക്കുന്നത്, അതിന്റെ പണം എങ്ങനെ ഉപയോഗിക്കാം, എവിടെ നിന്നാണ് കിട്ടുന്നത്, അതിന്റെ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം CSR എന്നുള്ള സെക്ഷൻ 198 പ്രകാരം മൊഡ്യൂൾ 2. അത്രയേ ഉള്ളൂ CSR-ന്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. CSR എന്താണെന്ന് മനസ്സിലാക്കുക, അത് ആർക്കൊക്കെയാണ് അപ്ലിക്കബിൾ, എവിടേക്കാണ് ചെലവാക്കാൻ പറ്റുന്നത്, ഇനി ഇന്റർമീഡിയന്റ് ആയിട്ട് അത് വരുന്ന സമയത്ത് എന്താണ് ചെയ്യാൻ പറ്റുക. ആനുവൽ റിപ്പോർട്ടിൽ CSR-ന്റെ ഡിസ്ക്ലോഷേഴ്സ് എന്തൊക്കെയാണ് വേണ്ടത്. Then comes to the next chapter 8, that is accounts and audit. ഇതിവിടെ പറഞ്ഞിട്ട് അടുത്ത മോഡ്യൂളിൽ ഒരു ഫുൾ ബുക്ക് നമുക്ക് പഠിപ്പിക്കാന്ന് പറഞ്ഞാണ്. പഠിക്കാം അല്ലേ? അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റില് ഒരു സന്തോഷമുള്ള വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഇതിന് ചോദ്യം ചോദിക്കാത്ത ഒരു വർഷവും ഇല്ല. മിനിമം ഒരു 10 മാർക്കിന് കഴിഞ്ഞ എനിക്കൊന്ന് 2014 മുതൽ ഇതുവരെ എല്ലാ പരീക്ഷയ്ക്കും 10 മാർക്കിന് ചോദ്യം ഈ ചാപ്റ്ററിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഇത് പഠിക്കാൻ മറക്കാണ്ടിരിക്കുക. ഡിസ്ക്രിപ്റ്റീവും പ്രാക്ടിക്കലും ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, എവിടെയാണ് സൂക്ഷിക്കേണ്ടത്, ആർക്കൊക്കെ ഇത് ഇൻസ്പെക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, ആരാണ് ഈ ബുക്ക് സൂക്ഷിക്കാൻ റെസ്പോൺസ്. ഇവിടെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്ഥലത്ത് മാത്രം കമ്പനി സെക്രട്ടറി നേരിട്ടിട്ട് റെസ്പോൺസിബിൾ അല്ല. പക്ഷേ ഒരു കെണിയുണ്ട്, മാനേജിംഗ് ഡയറക്ടർ, ഹോൾ ടൈം ഡയറക്ടർ ഹൂ ഇസ് ഇൻ ചാർജ് ഓഫ് ഫിനാൻസ്, CFO or any other person of a company charged by the board with the duty of complying with the provision of section 128. അതായത് ഇനിയിപ്പോൾ നിങ്ങളെ കമ്പനി സെക്രട്ടറി ആണ് ഓതറൈസ് ചെയ്തെങ്കിൽ then you are liable for that also. And ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സെക്ഷൻ 129 ആണ്. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താ സംഭവം? So you have some binary subsidiaries or joint ventures or whatever it may be, അവരുടെ അക്കൗണ്ട്സും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യണം? You may have to consolidate. ആർക്കാണ് സൈൻ ചെയ്യാൻ പറ്റുക? Can you sign on a financial statement? No, that is the CFO or the person who is in charge. But സൈനിങ് അതോറിറ്റി പറയുന്നത് എന്താണ്? അങ്ങനെയല്ല. സൈനിങ് അതോറിറ്റി പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡിംഗ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇഫ് എനി ഷാൽ ബി അപ്രൂവ്ഡ് ബൈ ദ ബോർഡ് ഓർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബിഫോർ ദേ ആർ സൈൻഡ് ഓൺ ബിഹാഫ് ഓഫ് ദ ബോർഡ് ബൈ ദ ചെയർപേഴ്സൺ. ആരാണ്? ദ ചെയർപേഴ്സൺ ഓഫ് ദ കമ്പനി ഹാവ് ടു സൈൻ and he is authorized by the board or 2 directors, out of which one shall be the managing director if any, and the CEO, CFO and the company secretary. That even if the responsibility of preparing the financial statement is not yours, the signing authority, one of the signing authority, a mandatory signing authority is you as a company secretary. NFRA, National Financial Reporting Authority, and accounting standards അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് CA-കാരൊക്കെയാണ് നന്നായിട്ട് പഠിക്കേണ്ടത്. പക്ഷെ നമുക്ക് പറയണം. കാരണം എന്താണ്? നമ്മൾ ഇവിടെയൊക്കെ പോയിട്ട് സൈൻ ചെയ്യുമ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അറിയില്ലെങ്കിലോ? ഓഡിറ്റ്, ഓഡിറ്റേഴ്സ്, ഓഡിറ്റ് കമ്മിറ്റി,
ഫസ്റ്റ് ഓഡിറ്റർ എപ്പോഴാണ് ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്നത്, പിന്നെ ഓരോ AGM-ലും ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്ത് പറ്റൂ, എത്ര വർഷത്തേക്കാണ് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുക, റീ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് ആരൊക്കെ റീ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും, റീ അപ്പോയിന്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒരു ഫേമിൽ ഒരാള് മിസ്റ്റർ എ ഈസ് എ കോമൺ മെമ്പർ ഇൻ ബോത്ത് ദ ഫേംസ്. അവർ 2 ടേം കഴിഞ്ഞു, 3-ാമത്തെ ടേമിൽ ഈ മിസ്റ്റർ എ ഉള്ള ഓഡിറ്റേഴ്സിനെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ഒരു കാഷ്വൽ വേക്കൻസിയിൽ ഓഡിറ്റർ എങ്ങനെ അപ്പോയിന്റ് ചെയ്യാം. ദെൻ കോസ്റ്റ് ഓഡിറ്റർ, branch audit, then your audit. What is your audit? Secretarial audit. Okay, so the other topics, I will ചോദ്യം എന്ന് വെച്ചാൽ explain or write a short note on true and fair view. True and fair view ഇതൊക്കെ ചോദിക്കാം കേട്ടോ. ഇതൊക്കെയാണ് ശരിക്കും നമുക്ക് ഇവിടുന്ന് ചോദിക്കേണ്ട ചോദ്യങ്ങൾ. ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ആൾമോസ്റ്റ് എല്ലാം പ്രോബ്ലംസ് ആണ്, അതായത് കേസ് ലോസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ഈ ചാപ്റ്ററിൽ ചോദിക്കുന്നത്. ഓക്കെ, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ജസ്റ്റ് ഹാവ് എ ലുക്ക്. പ്രോബ്ലം ക്വസ്റ്റ്യൻസ് അല്ല, നമുക്ക് ട്രൂ ആൻഡ് ഫെയർ വ്യൂ നമ്മൾ നോക്കി. ദെൻ അപ്പോൾ എങ്ങനെയാണ് കോസ്റ്റ് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യേണ്ടത്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വാളിഫിക്കേഷൻ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റേഴ്സ്, ഇന്റേണൽ ഓഡിറ്റ് ആൻഡ് സെക്രട്ടറിയൽ, ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റേണൽ ഓഡിറ്റ് ആൻഡ് സെക്രട്ടറിയൽ ഓഡിറ്റ്. Question I read. The power of directors to approve financial statements can be delegated to a committee of directors or some of the directors. Audit committee പറയുന്നത്, ഓഡിറ്റ് കമ്മിറ്റിക്ക് കൊടുക്കാൻ പറ്റുമോ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് സൈൻ ചെയ്ത അധികാരം അല്ലെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യുന്ന അധികാരം ഉണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളതാണ് സെക്ഷൻ 134 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നോക്കാം കേട്ടോ. ആൻഡ് പ്രിസർവേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, എത്ര വർഷം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിസർവ് ചെയ്യണം, അതിന്റെ പ്രോസസ്സ് എന്താണ്, എവിടെയാണ് പ്രിസർവ് ചെയ്യേണ്ടത്, അതിന്റെ ഇൻസ്പെക്ഷൻ എന്താണ്, അത് ഏതൊക്കെ സമയത്താണ് മെമ്പേഴ്സിന് കൊടുക്കേണ്ടത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വലിയൊരു അമെൻമെന്റ്സും നമ്മൾ സംഭവിച്ചിട്ടില്ല. ദെൻ എത്ര ദിവസത്തിനുള്ളിൽ AGM കഴിഞ്ഞ് എത്ര ദിവസത്തിനുള്ളിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് സൈൻ ചെയ്തിരിക്കണം. അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്. അക്കൗണ്ട്സ് ഓഡിറ്റിലെ പ്രോബ്ലംസ് ആണുള്ളത്. ഞാൻ റിപ്പീറ്റ്, ലൈക്ക് ഇഫ് എനി ഓഫ് യു വുഡ് ലൈക്ക് ടു ഹാവ് മോർ ക്വസ്റ്റ്യൻസ് ഓൺ ദിസ് ടോപ്പിക്, യു ക്യാൻ ജസ്റ്റ് send your WhatsApp number. I will be very happy to share this with you. This is not a private property. I'll be sharing some of the problems to you. Then ഏതെങ്കിലും കേസിൽ നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ചു, ആ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് അവസാനിച്ചെല്ലാം കഴിഞ്ഞതാണ്, അത് റീ ഓപ്പൺ ചെയ്യാൻ ആർക്കെങ്കിലും പറയാൻ അവകാശമുണ്ടോ, പറയാൻ അവകാശമുണ്ടെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷനിലാണ്, ആർക്കാണ് അത് പറയാൻ അവകാശം, ട്രിബ്യൂണലിന് അവകാശമുണ്ട് കേട്ടോ. അക്കൗണ്ട്സ് ഓഡിറ്റിൽ ചോദിക്കാം, സെക്രട്ടറി ഓഡിറ്റ് നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ, അത് ചോദിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഫ്രോഡ് റിപ്പോർട്ട് ചെയ്യുന്നത്, സെക്ഷൻ 143 ഇത് പറയുന്നത്. റൂൾ 13 അതിലും പറയുന്നുണ്ട് എന്ത്, എങ്ങനെയാണ് ഒരു അതെ ഓഡിറ്റർ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. Okay, then we'll comes to lesson number 9, transparency and disclosures. Usually problems and descriptive questions ആണ് ഇതിലുണ്ടാവുന്നത്. ആനുവൽ റിപ്പോർട്ട് എന്താണ്, വാട്ട് ഈസ് ആനുവൽ റിപ്പോർട്ട്, എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ആരൊക്കെ എപ്പോഴാണ് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ആനുവൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക. ബോർഡ്സ് റിപ്പോർട്ട്, ബോർഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മാൻഡേറ്ററി ആണോ, അതിൽ എന്തൊക്കെ ഡിസ്ക്ലോഷേഴ്സ് ആണ് ബോർഡ് റിപ്പോർട്ടിൽ ഉണ്ടാവുക. സെക്ഷൻ 134 പ്രകാരം ഡിസ്ക്ലോഷേഴ്സ്, സെക്ഷൻ 62 പ്രകാരം ഡിസ്ക്ലോഷേഴ്സ്, 131, 168, 135, 177,
അതാ ഈ നിങ്ങളിപ്പം ടോപ്പിക്സിൽ കറക്റ്റ് അപ്പോൾ ഈ സെക്ഷൻ പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പേടി വന്നോ? ഇപ്പോൾ സെക്ഷൻ കേൾക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം സെക്ഷൻ കേൾക്കുമ്പോൾ പേടിക്കേണ്ടെന്ന് പറയാനുള്ള കാരണം ഈ സെക്ഷനിൽ ക്ലിയർ ആയിട്ട് നമ്മൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഈ സെക്ഷൻസ് എന്താണെന്ന് നമ്മൾ അതിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഉദാഹരണം, റിസിഗ്നേഷൻ ഓഫ് ഡയറക്ടർ, ഇക്വിറ്റി ഷെയർസ്, ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സിലെ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ റൈറ്റ്സുള്ള ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ, ദെൻ ലോൺ കൊടുക്കുമ്പോൾ ലോൺ CSRന് ഓഡിറ്റ് കമ്മിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബോർഡ് റിപ്പോർട്ടിൽ വേണം. ബോർഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ വേണം ഇത് പഠിക്കണം. ബോർഡ് റിപ്പോർട്ട് ഡെഫിനറ്റ് ആയിട്ടും അത് അറിയേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം യു ആർ ദ പേഴ്സൺ ഹു ഇസ് റെസ്പോൺസിബിൾ ഫോർ ഡൂയിങ് ഓൾ ദോസ് തിങ്സ്. ആരാണ് ബോർഡ് റിപ്പോർട്ട് സൈൻ ചെയ്യേണ്ടത്? ആനുവൽ റിട്ടേൺ സെക്ഷൻ 92 ആണ് ആനുവൽ റിട്ടേൺ. ആനുവൽ റിട്ടേൺ ആരാണ് സൈൻ ചെയ്യേണ്ടത്? വെബ്സൈറ്റിൽ ആനുവൽ റിട്ടേൺ പബ്ലിഷ് ചെയ്യണോ? ഉണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? വാട്ട് യു മീൻ ബൈ ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ്? ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി, DRS, ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ് സെക്ഷൻ 134 ഇത് പറയുന്നത്. ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ്, ഡയറക്ടേഴ്സ് റിപ്പോർട്ട് ആണോ? ആവാലേ. ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ് റിപ്പോർട്ട്, കോർപ്പറേറ്റ് ഗവർണൻസ് റിപ്പോർട്ട്. ആൻഡ് വിജിൽ മെക്കാനിസം, ബോർഡ് റിപ്പോർട്ടിലെ വിജിൽ മെക്കാനിസത്തെ കുറിച്ച് എഴുതണം എന്നൊരു പ്രൊവിഷൻ ഉണ്ട്. അതായത് എന്താണ് വിജിൽ മെക്കാനിസം? അതിന്റെ പ്രൊവിഷൻസ് ആണ് സെക്ഷൻ 177 അതിനെക്കുറിച്ച് പറയുന്നത്. എല്ലാ ലിസ്റ്റഡ് കമ്പനികൾക്കും, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് സ്വീകരിച്ച കമ്പനികൾക്കും, അല്ലെങ്കിൽ 50 കോടിയിലും മേലെ പബ്ലിക് ബോറോയിങ്സ്, അതായത് ബാങ്കുകളിൽ നിന്നോ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ബോറോയിങ് ഉള്ള കമ്പനികൾക്കും ഇത് നിർബന്ധമാണ്. And the certification of annual return, website disclosure. ഈ ഒരു ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്ത് നോക്കേണ്ടത് ആനുവൽ റിപ്പോർട്ടും ബോർഡ് റിപ്പോർട്ടും. ഇത് രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിന്റെ കണ്ടന്റ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിന്റെ പ്രോസസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേയധികം സംശയങ്ങൾ, മറ്റുള്ള കാര്യം അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്, അതിലൊക്കെ കാര്യങ്ങൾ കുറേ സംശയങ്ങൾ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. Okay, now chapter number 10, intercorporate loans, investments, guarantees and security, related party transactions. Related party transactions, okay, you go back to your securities paper, module 2. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഡിസ്റ്റിംഗ്വിഷ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രോബ്ലംസ് എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ആൻഡ് സെക്ഷൻ 186 is one of the important section on this chapter, like loans and investment with companies, section 186. എന്താണ് അതിന്റെ ലിമിറ്റ്സുകൾ? ഓരോ ലോണിനും അല്ല ലിമിറ്റ്സ്. ഒരു കമ്പനി, നോ കമ്പനി ഷാൾ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി ഗിവ് എനി ലോൺ ടു എനി പേഴ്സൺ ഓർ അതർ ബോഡി കോർപ്പറേറ്റ്. ഗ്യാരണ്ടി കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ വേറെ സെക്യൂരിറ്റി അക്യൂർ ചെയ്യാൻ പാടില്ല, അവർ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 60% കൂടുതൽ അക്യൂർ ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ കണ്ടീഷൻസ് സെക്ഷൻ 186 വായിച്ചു നോക്കുക, അത് മനസ്സിലാക്കുക. ഓക്കെ, അതിന് എപ്പോഴൊക്കെയാണ് ജനറൽ മീറ്റിംഗിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് അപ്രൂവൽ എടുക്കേണ്ടത്? സെക്ഷൻ 186 ഏതൊക്കെ കേസിലാണ് അപ്ലൈ ചെയ്യാത്തത്, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാത്തത്, അതിന്റെ കോൺവെൻഷൻ എന്താണ്? റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ സെക്ഷൻ 2 സബ്സെക്ഷൻ 76 ആരാണ് റിലേറ്റഡ് പാർട്ടി എന്ന് പറയുന്നത്. ദെൻ സെക്ഷൻ 188 ഈ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനെ കുറിച്ച് പറയുന്ന ഒരു സെക്ഷൻ തന്നെയാണ്. അതിലെ പ്രൊഹിബിറ്ററി സെക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൽ ഫ്രീ റിസർവ്സും നെറ്റ്വർക്കും തമ്മിലുള്ള ഡിഫറൻസ്. റിലേറ്റഡ് പാർട്ടി ആൻഡ് റിലേറ്റീവ് ബോത്ത് ആർ സെയിം. റിലേറ്റഡ് പാർട്ടി സെക്ഷൻ 2 സബ്സെക്ഷൻ 76 പറയുന്നത്. റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അത് നമ്മുടെ ബ്ലഡ് റിലേറ്റഡ്. ഓൾ റിലേറ്റഡ് പാർട്ടീസ് മേ നോട്ട് ബി റിലേറ്റീവ്, ബട്ട് ഓൾ റിലേറ്റീവ്സ് മേ ബി റിലേറ്റഡ് പാർട്ടീസ്. ഒരു കമ്പനി വേറൊരു കമ്പനിക്ക് ലോൺ കൊടുക്കുന്ന പ്രോസസ് എന്താണ്? സെക്ഷൻ 173 അല്ലേ? എന്താണ് 173 പ്രകാരം നമ്മൾ നോട്ടീസ് കൊടുക്കണം, ബോർഡ് മീറ്റിംഗ് വിളിക്കണം, നോട്ടീസ് കൊടുക്കണം, ജനറൽ മീറ്റിംഗ് നടത്തണം, അപ്രൂവൽ എടുക്കണം, കുറേ കാര്യങ്ങളുണ്ട്. കുറേ കാര്യങ്ങളൊന്നുമില്ല. ആദ്യം നമ്മൾ തീരുമാനിക്കണം കൊടുക്കണോ എന്ന്, പിന്നെ ബോർഡ് മീറ്റിംഗ് വിളിക്കണം,
ബോർഡിൽ ജനറൽ മീറ്റിംഗിന്റെ റെസൊല്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ ജനറൽ മീറ്റിംഗ് വിളിക്കാനുള്ള നോട്ടീസ് അപ്രൂവ് ചെയ്യണം, ഡേറ്റ് കാര്യങ്ങൾ അപ്രൂവ് ചെയ്യണം. അതിന് കഴിഞ്ഞ് ആരാണോ ഈ മീറ്റിംഗ് വിളിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ അവരെ ഓതറൈസ് ചെയ്യണം. കമ്പനി സെക്രട്ടറി ഡയറക്ടറും ആകാം. അവരെ ഓതറൈസ് ചെയ്യണം. അവരെ നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. ആ നോട്ടീസിനൊപ്പം എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് വേണം. അത് പ്രകാരം മീറ്റിംഗ് വിളിച്ച് ആ മീറ്റിംഗിൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. സ്പെഷ്യൽ പാസ്സാക്കി കഴിഞ്ഞാൽ MBP14 എന്ന ഫോമർ രജിസ്റ്റർ ഓഫ് കമ്പനീസ് ഫയൽ ചെയ്യണം. അപ്പോൾ ആൾമോസ്റ്റ് എവറിത്തിങ് ഈസ് ഓവർ. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ദെൻ അത് ബോർഡ്സ് റിപ്പോർട്ടിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. വാട്ട് ആർ ദ ട്രാൻസാക്ഷൻസ് കൺസിഡർ ആസ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്? ഏതൊക്കെ ട്രാൻസാക്ഷനാണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ആയിട്ട് കണക്കാക്കുക എന്നുള്ളതാണ്. അതെവിടെയാണ് പറയുന്നത്? ഏതാ സെക്ഷൻ? റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷന്റെ സെക്ഷൻ 188. റിലേറ്റഡ് പാർട്ടി ആരാണെന്ന് സെക്ഷൻ 2 സബ്സെക്ഷൻ 76 പറയുന്നുണ്ട്. വാട്ട് ഈസ് ആംസ് ലെങ്ത് ട്രാൻസാക്ഷൻ? ആംസ് ലെങ്ത് ട്രാൻസാക്ഷൻ അല്ലേ? ആംസ് ലെങ്ത് ട്രാൻസാക്ഷൻ എന്താണ് സംഭവം? ആംസ് ലെങ്ത് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ വിച്ച് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. അതായത് ഒരു റിലേറ്റഡ് പാർട്ടി അല്ല എന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് സാധാരണ ഒരാളുമായിട്ട് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെയാണ്. ദെൻ റിലേറ്റഡ് പാർട്ടിക്ക് റെസൊല്യൂഷനിൽ വോട്ട് ചെയ്യാൻ പറ്റുമോ? അതുമായി ബന്ധപ്പെട്ട റെസൊല്യൂഷനിൽ വോട്ട് ചെയ്യാൻ പറ്റുമോ? മറ്റുള്ള റെസൊല്യൂഷനിൽ വോട്ട് ചെയ്യാൻ പറ്റുമോ? ആൻഡ് ഓഡിറ്റ് കമ്മിറ്റിയുടെ റോൾ എന്താണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനിൽ? ഇത് ശരിക്കും ഇവിടെ ചോദിക്കേണ്ട ക്വസ്റ്റൻ അല്ല, പക്ഷെ എന്നാലും ഇത് ചോദിക്കാം. എന്തുകൊണ്ടാണ്? ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അക്കൗണ്ട്സ് എല്ലാം കറക്റ്റ് ആയിട്ടാണ്, ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ ഉള്ളത് എന്ന് ഉറപ്പിക്കുന്ന ഒരു കമ്മിറ്റിയാണ്, എക്സ്പേർട്സ് ഉള്ള ഒരു കമ്മിറ്റിയാണ്. അപ്പൊ അങ്ങനെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ അതിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ സംഭവിക്കുന്നതിന് ക്ലിയർ ആയിട്ട് പറയേണ്ടത്, അത് സ്പെസിഫൈ ചെയ്യേണ്ടത്, അതിന്റെ കറക്റ്റീവ് ആക്ഷനെ കുറിച്ച് പറയേണ്ടത്, അത് അപ്രൂവ് ചെയ്ത് തെറ്റാണെന്നോ ശരിയാണെന്നോ പറയേണ്ടത് ആരാണ്? ഓഡിറ്റ് കമ്മിറ്റിയാണ്. അതിനാണല്ലോ ഓഡിറ്റ് കമ്മിറ്റി. Then comes registers and records. Registers and records. ഈ ഒരു റൗണ്ട് ഇത് കഴിഞ്ഞാൽ then we will have some important questions from each chapter. Okay, so you should have a paper and pen with you. Otherwise നിങ്ങൾ ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആൾ ചിലപ്പോൾ ഈ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ ഈ വീഡിയോ കാണാം. അത് വലിയ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. Registers and records. Descriptive questions കുറച്ച് ചോദിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയാണ് നിങ്ങളുടെ സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് എന്നുള്ളത്? ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വം കമ്പനി സെക്രട്ടറീസിനുണ്ട്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ബുക്സ്? സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം പറഞ്ഞിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട് ബുക്സിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽസ് ബുക്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിന് വേണ്ടി കണക്കുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പ്രൊജക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ബുക്സ്. ഇനി വേരിയസ് രജിസ്റ്റേഴ്സ് ടു ബി റിക്വേർഡ് ടു ബി മെയിൻറ്റെയിൻഡ് ആറ്റ് കമ്പനീസ് ആക്ട് എന്നൊക്കെ ചോദ്യം ചോദിക്കാട്ടോ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല എന്നും പറയരുത്. എന്തൊക്കെയാണ് വേണ്ടത്? സെക്യൂരിറ്റീസ് ബോട്ട് ബാക്ക്, രജിസ്റ്റർ ഓഫ് ഡെപ്പോസിറ്റ്സ്, രജിസ്റ്റർ ഓഫ് ചാർജസ്, രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, ഇൻഡെക്സ് ഓഫ് മെമ്പേഴ്സ്, രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ഇൻഡെക്സ് ഓഫ് രജിസ്റ്റർ ഹോൾഡേഴ്സ്, രജിസ്റ്റർ ആൻഡ് ഇൻഡെക്സ് ഓഫ് ബെനിഫിഷ്യൽ ഓണേഴ്സ്, ഫോറിൻ രജിസ്റ്റർ, രജിസ്റ്റർ ഓഫ് റിന്യൂഡ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ്, രജിസ്റ്റർ ഓഫ് സെക്യൂരിറ്റി ഷെയർസ്, ആനുവൽ റിട്ടേൺ, രജിസ്റ്റർ ഓഫ് പോസ്റ്റൽ ബാലറ്റ് ബുക്സ്. അപ്പോൾ ഇത് എല്ലാം ഒന്ന് 2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ഒരു 10 നമുക്ക് എഴുതാൻ പറ്റില്ല. അവർക്കും അറിയാം നിങ്ങൾക്ക് മുഴുവനൊന്നും റിമെമ്പർ ചെയ്യാനുള്ള ബുദ്ധി വിവരമൊന്നും ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ട് അവരും ഒരു മാക്സിമം എഴുതി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദേ വിൽ ഗിവ് യു മാർക്ക്. ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? ചെയർമാൻ ഓഫ് യുവർ കമ്പനി വാണ്ട്സ് ടു നോ ദ പ്രൊസീജിയർ ഓഫ് കണ്ടോണേഷൻ ഓഫ് ഡിലേ ബൈ സെൻട്രൽ ഗവൺമെന്റ് ഇൻ ഫയലിംഗ് ദ ഡോക്യുമെന്റ് വിത്ത് ദ രജിസ്റ്റർ ഓഫ് കമ്പനീസ്. ആസ് എ കമ്പനി സെക്രട്ടറി പ്രിപ്പയർ എ നോട്ട്. ഇങ്ങനെ ചോദ്യങ്ങൾ വരും. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ പ്രൊവിഷൻ അറിയണം, അതിൻ്റെ പ്രോസസ്സ് അറിയണം. അപ്പോൾ നമ്മൾ നമ്മുടെ ചെയർമാന് ഒരു ലെറ്റർ അയക്കുന്നു. സർ, ദിസ് ഈസ് വിത്ത് റിഗാർഡ് ടു പ്രിപ്പയർ എ നോട്ട്, നോട്ട് എ ലെറ്റർ, ഇറ്റ്സ് എ നോട്ട് യു ആർ പ്രിപ്പയറിംഗ്. സോ യു റൈറ്റ് ദ പർപ്പസ്, ലൈക്ക് സി വിത്ത് റിഗാർഡ് ടു ദിസ് പർട്ടിക്കുലർ പോയിന്റ് we would like to go for, as advised by you, we would like to go for a condonation of delay and the application will be filed with central government. അതിൻ്റെ പ്രോസസ്സ് എന്താണ്? അത് നമ്മൾ ബോർഡ് മീറ്റിംഗ് വിളിക്കണം. ആ ബോർഡ് മീറ്റിംഗ് ഇതിനെക്കുറിച്ച് തീരുമാനിക്കണം. ഇത് റെസൊല്യൂഷൻ പാസ്സാക്കണം. റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് അതിൻ്റെ കോപ്പിയും വെച്ചിട്ട് വേണം ആരൊക്കെ സെൻട്രൽ ഗവൺമെന്റ് അപ്ലൈ ചെയ്യാൻ. പ്രിസ്ക്രൈബ്ഡ് ഫീ വിതിൻ ദ പ്രിസ്ക്രൈബ്ഡ് ടൈം. ദെൻ സെൻട്രൽ ഗവൺമെന്റ് അതിന്
തരാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് തരും. Then corporate reorganization, merger and amalgamation of companies, section 12. Sorry, section അല്ല, chapter 12. അമാൽഗമേഷനും മെർജറും ഒന്നും അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് ഈ ഒരു ബുക്കിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒരു റീസൺ മേ ബി ഫൈനലിൽ നമുക്കിത് ആദ്യം സംസാരിക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കാം. കാരണം എന്തെങ്കിലുമൊക്കെ വേണ്ടേ ഫൈനലിൽ സംസാരിക്കാനും, അല്ലേ? ഹായ് പ്രസാദ്, പ്രദീപ്, ശ്രുതി, ഹായ്. ദെൻ എന്താണ് കോംപ്രമൈസ്, എന്താണ് അറേഞ്ച്മെന്റ്, എന്താണ് റീകൺസ്ട്രക്ഷൻ, അമാൽഗമേഷൻ, മെർജർ, റിവേഴ്സ് മെർജർ, ഈ വാക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ബൈൻഡിങ്, ഇതിൽ ചോദ്യങ്ങൾ വളരെ കുറവാണ് ചോദിക്കാനുള്ളത്. കമ്പനീസ് ആക്ടിലെ പ്രൊവിഷൻ പ്രകാരം സെൻട്രൽ ഗവൺമെന്റിന് ഏതെങ്കിലും കമ്പനികളെ പബ്ലിക് ഇൻട്രസ്റ്റിലും അമാൽഗമേറ്റ് ചെയ്യാൻ ഓർഡർ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ദർ ആർ സിറ്റുവേഷൻ, ദർ ആർ ചാൻസസ്. സെക്ഷൻ 237 ഇതിനെക്കുറിച്ച് പറയുന്നത്. 237 പറയുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റിന് ഏതെങ്കിലും പബ്ലിക് ഇൻട്രസ്റ്റിൽ അങ്ങനെ അത്യാവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ രണ്ടോ അതിലും കമ്പനികളെയോ മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമാൽഗമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാനുള്ള അവകാശമുണ്ട്. ആൻഡ് ഒരു സബ്സിഡറി കമ്പനി എങ്ങനെയാണ് ഒരു ഹോൾഡിംഗ് കമ്പനിയായിട്ട് മെർജ് ചെയ്തത്? സബ്സിഡറി വേറെ കമ്പനിയാണ്, ഹോൾഡിംഗ് കമ്പനി വേറെയാണ്, രണ്ട് ലീഗൽ എൻറ്റിറ്റീസ് ആണ്. ഇത് രണ്ടും കൂടി മെർജ് ചെയ്യാൻ പറയാനുള്ള അവകാശമുണ്ടോ? ഉണ്ടോ അവകാശം? ഉണ്ടാവുമായിരിക്കും അല്ലേ? നോക്കിക്കോട്ടെ, ഉണ്ടാവും, നോക്കണം. ഉണ്ടാവും, ഉണ്ട്, അതാണ് എൻ്റെ ശരി, ഉണ്ട്. പിന്നെ അമാൽഗമേഷൻ ഓഫ് കമ്പനീസ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് വേറെ ടോപ്പിക്കാണ് ക്രോസ് ബോർഡർ മെർജർ. ക്രോസ് ബോർഡർ മെർജർ അതായത് മറ്റുള്ള രാജ്യങ്ങളിൽ, ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളോട് പറഞ്ഞുള്ളൂ. ലക്ഷ്മി വിലാസ് ബാങ്ക് അല്ലേ? ലക്ഷ്മി വിലാസ് ബാങ്കും ഡി ബി എസ് ബാങ്കും. ആക്ച്വലി ഡി ബി എസ് ബാങ്ക് ഈസ് നോട്ട് എൻ ഇന്ത്യൻ ബാങ്ക്. ഡി ബി എസ് ബാങ്ക് ഈസ് എൻ കോൾഡ് സിംഗപ്പൂർ ബേസ്ഡ് ബാങ്ക് which is not at all an Indian bank. And Lakshmi Vilas Bank is a 96-year-old Indian bank which is in trouble. Correct. So this bank has been sold to, or this bank has been transferred by the Reserve Bank of India to DBS Bank. So DBS Bank will infuse a lot of capital into it. But what happened? Okay, actually what happened? The shareholders of Lakshmi Vilas Bank, who was holding share for the last so many years, expecting so many things, have lost everything. So cross-border mergers is possible. Companies have a provision on that. 2013. Then corporate reorganization, majority rule and minority rights. Chapter 12B. Company law le idinte provisions endana? Minority shareholders inde avagasham, Force versus Harbotel. Somebody asked me this question yesterday. Definitely, I will definitely come back to you on this. And what do you mean by prejudicial to public interest? And what are the actions can be taken by NCLT, National Company Law Tribunal, if the company's activity is being run prejudicial to public interest? ആർക്കാണ് ഓപ്പറേഷൻ മിസ്മാനേജ്മെന്റിന്റെ റിലീഫ് കിട്ടുക? അത് റിലീഫ് കിട്ടാൻ അപ്ലൈ ചെയ്യേണ്ട പ്രോസസ് എന്താണ്? എത്ര പേർക്ക് അപ്ലൈ ചെയ്യണം? അതിന്റെ കണ്ടീഷൻസ് എന്താണ്? ഏതാ സെക്ഷൻ 241. And what is Force versus Harbotel and what are the exceptions to that? What do we mean by class action suits? Class action suits. എന്താണ് ക്ലാസ്? ഇപ്പോൾ ഓരോ ഷെയറിൽ ഓരോ ക്ലാസ് ഉണ്ടായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഓരോ സെക്യൂരിറ്റിക്കും ഓരോ ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ്സിലെ ആൾക്കാരെ അവരുടെ അവകാശങ്ങളെ ഹനിക്കുന്നു എന്ന് തോന്നുമ്പോൾ അവർ ഫയൽ ചെയ്യുന്നതാണ് ക്ലാസ് ആക്ഷൻ സ്യൂട്ട്സ്. ഓപ്പറേഷൻ മിസ്മാനേജ്മെന്റ്, അതിന്റെ ഡിഫറൻസ് ചോദിക്കാം. ആൻഡ് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിലീഫ് എന്താണ് മെജോറിറ്റിക്കെതിരെ? ഒന്ന് ക്ലാസ്, അത് വേരിയേഷൻ ഓഫ് ക്ലാസ് റേറ്റ്സ് അതൊന്നുണ്ടാകാം. അത് സെക്ഷൻ 48(1) പറയുന്നുണ്ട്. ദെൻ റീകൺസ്ട്രക്ഷൻ, സ്കീം ഓഫ് റീകൺസ്ട്രക്ഷൻ അമാൽഗമേഷൻ. മൈനോറിറ്റിക്ക് വേണമെങ്കിൽ ചില സിറ്റുവേഷൻസിൽ അവർക്ക് റീകൺസ്ട്രക്ഷനും അമാൽഗമേഷനും എതിരെ അവർക്ക് അപ്പീൽ ചെയ്യാം.
ഓപ്പറേഷണൽ മിസ്മാനേജ്മെന്റ് സെക്ഷൻ 241 മുതൽ 246 വരെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ദെൻ വൈൻഡിങ് അപ്പിന് ആൾട്ടർനേറ്റ് റെമഡി ആയിട്ട്, അതായത് വൈൻഡിങ് അപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാം. മൈനോറിറ്റിക്ക് തോന്നുകയാണ് ഈ കമ്പനിയുടെ കാര്യങ്ങൾ പ്രജുഡീഷ്യൽ ടു പബ്ലിക് ഇൻട്രസ്റ്റും കമ്പനിയാണ് നടത്തുന്നത്, അത് ഓപ്പറേഷണൽ മിസ്മാനേജ്മെന്റ് നടക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ വേണമെങ്കിൽ കമ്പനി പൂട്ടാൻ പറഞ്ഞിട്ട് ഫയൽ ചെയ്യാം. സെക്ഷൻ 210 പ്രകാരം സെൻട്രൽ ഗവൺമെന്റിനോട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറയാം. എല്ലാ സിറ്റുവേഷനിലും നാഷണൽ കമ്പനി എന്നാണ് ചോദ്യം. ഇല്ല എന്നാണ് ഉത്തരം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ യൂഷ്വലി ഒരു കമ്പനിക്ക് അവരുടെ ഇന്റർണൽ മാനേജ്മെന്റിന് അധികാരപ്പെട്ട കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതെങ്കിൽ ആ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ തലയിടാൻ ഇവർ സാധ്യത കുറവാണ്. ഇത് ഫോഴ്സ് വേഴ്സസ് ഹാർബോട്ടിന്റെ റൂളാണ്. എന്താണ് ഫോഴ്സ് വേഴ്സസ് ഹാർബോട്ടിൽ ഉണ്ടാകുന്ന കേസ് എന്ന് വെച്ചാൽ, 2 members of incorporated company took legal proceedings against the directors of the company, charging them guilty of fraudulent acts resulting in loss to the company. 2 ഷെയർ ഹോൾഡേഴ്സ് ആണ് കമ്പനിക്കെതിരെ കേസ് കൊടുക്കുന്നത്. പറയാണ് ഈ ബാക്കിയുള്ളവരുടെ ഡയറക്ടേഴ്സിന്റെ ആക്ഷൻ കാരണം എന്താ സംഭവിക്കുന്നത്, കമ്പനിക്ക് നഷ്ടമുണ്ടാകുന്നു. സോ അവരെന്താ ചെയ്തു, ഡയറക്ടർക്കെതിരെ ഡാമേജസിന് ആക്ഷൻ എടുക്കുന്നു. So the shareholders in general meeting by majority resolved not to take action against the directors, alleging that they were not responsible for the loss which has been incurred. പക്ഷേ അവരുടെ മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് റൂൾ ചെയ്തു, അവരുടെ മെജോറിറ്റി മെമ്പേഴ്സ് റൂൾ ചെയ്തു ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗിൽ, അതായത് ഇവര് കാരണം കൊണ്ടല്ല അത് ഉണ്ടായത് എന്ന് റൂൾ ചെയ്തു. അപ്പൊ അങ്ങനെ റൂൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മൈനോറിറ്റി റൈറ്റ്സിന്റെ വയലേഷൻ എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. പറ്റില്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന്റെ മുകളിൽ, കാരണം എന്താണ്, ഇന്റേണൽ അഫെയർ ആണ്, ഇത് ഇന്റേണൽ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനിയാണ്, അവർക്ക് ചെയ്യാൻ അവകാശപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്യട്ടെന്നേ. സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള പവർ വരുന്നത്. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ, യു വിൽ ബി ഔട്ട്. സി ഇഫ് യു ആർ റൈറ്റിംഗ്, even if you are writing a wrong answer, wrong substantiation, but if you should be able to substantiate it properly so that they will accept your answer as an answer. Okay. ഇനി മെജോറിറ്റി മൈനോറിറ്റി തമ്മിൽ കോൺഫിഡൻസിന്റെ കുറവുണ്ട്, അതുകൊണ്ട് മാത്രം കൂട്ടാൻ പറ്റും. നോ. സെക്ഷൻ 245 ക്ലാസ് ആക്ഷൻ സ്യൂട്ട്സ് പറയുന്നത്. മറക്കണ്ട കേട്ടോ, ഞാൻ സെക്ഷൻസ് ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു മാരത്തോൺ കേട്ടാൽ തന്നെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെട്ട സെക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു പോയത്. ക്ലാസ് ആക്ഷൻ സ്യൂട്ട്സ് repeatedly asking. Now we'll come to the third portion of chapter number 12. That is an overview of corporate organization winding up. കമ്പനി എങ്ങനെ പൂട്ടാം, തുറന്നില്ലെങ്കിലും വേണ്ടില്ല, എങ്ങനെ പൂട്ടാം. വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി ഏതൊക്കെ തരത്തിലാണ് വൈൻഡ് അപ്പ് ചെയ്യുന്നത്? ഒന്ന് കമ്പൽസറി വൈൻഡിങ് അപ്പ്, ഒന്ന് വളണ്ടറി വൈൻഡിങ് അപ്പും. സെക്ഷൻ 271 കമ്പൽസറി വൈൻഡിങ് അപ്പ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നത്. സെക്ഷൻ 271 അതിന്റെ റീസൺസ് ഉണ്ട്, സർക്കംസ്റ്റാൻസസ് ഉണ്ട്. എപ്പോഴാണ് സെക്ഷൻ 272 പ്രകാരം നമുക്കൊരു പെറ്റീഷൻ വൈൻഡിങ് അപ്പിന് കൊടുക്കാൻ പറ്റുക, ആരാണിത് കൊടുക്കേണ്ടത്? ദെൻ വളണ്ടറി വൈൻഡിങ് അപ്പ്, കമ്പനി സ്വന്തം തീരുമാനിക്കുകയാണ്, ഞങ്ങൾ പൂട്ടിക്കളയാമെന്ന് തീരുമാനിക്കുന്നു. ദെൻ രജിസ്റ്റേർഡ് വാല്യൂർ, യു ആർ എ രജിസ്റ്റേർഡ് വാല്യൂർ, കമ്പനി സെക്രട്ടറി ഒരു രജിസ്റ്റേർഡ് വാല്യൂർ ആണ്. ഒരു രജിസ്റ്റേർഡ് വാല്യൂർ ആരാണ്? എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളത് ഇൻസോൾവൻസി ഓഫ് ഇൻഡിവിജ്വൽ ഓർ വൈൻഡിങ് അപ്പ് ഓഫ് എ ഫേം, രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു വ്യക്തി ഇൻസോൾവെന്റ് ആകുന്നു, ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നു. What is the difference between winding up and dissolution? Winding up, dissolution. What is that? Winding up, dissolution. Winding up is a process. That means you take all the assets and sell it off, get the money, pay the liabilities and all those things. That is a wide process. Result എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം പരിപാടി നിർത്തി ബോർഡ് ഇറക്കി വെച്ചിട്ട് പോകുന്നത്. രണ്ടാം വൈൻഡിങ് അപ്പ് ആണുള്ളത്. കമ്പൽസറി വൈൻഡിങ് അപ്പ് സെക്ഷൻ 271 ആൻഡ് വോളണ്ടറി വൈൻഡിങ് അപ്പ് സെക്ഷൻ 59 ഓഫ് IBC 2016. IBC ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്
വായിക്കണേ. IBC സെക്ഷൻ 59. 2 വൈൻഡിങ് അപ്പ് ഒന്ന് പഠിച്ചു വെച്ചോളൂ. വോളണ്ടറി വൈൻഡിങ് അപ്പും സെക്ഷൻ 271 കമ്പൽസറി വൈൻഡിങ് അപ്പും. Okay, now winding up is only a process and dissolution puts an end to the company. Elucidate എന്ന് പറഞ്ഞാൽ explain. Who can do the valuation at the time of winding up? Who can do the valuation of a corporate at the time of winding up? Only registered valuer, and the valuer will be appointed. Board of directors ആണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. Who is a valuer? Who can be appointed as a registered valuer? അങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആരെ ക്വാളിഫിക്കേഷൻസ്? Do you a company secretary is a registered valuer? Of course you are a registered valuer. അതാണ് ICSI RVO, രജിസ്റ്റേർഡ് വാല്യൂസ് ഓർഗനൈസേഷൻ. ICSI RVO. IBBയുടെ ഇൻസോൾവൻസി ബോർഡിന്റെ രജിസ്റ്റേർഡ് വാല്യൂസ് ഓർഗനൈസേഷൻ റെക്കഗ്നിഷൻ നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ വി ആർ വാല്യൂർ. വി ക്യാൻ ബി കമ്പനി സെക്രട്ടറീസ് ക്യാൻ ബി ദ വാല്യൂർ ഫോർ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, സെക്യൂരിറ്റീസ് ഓർ ഫിനാൻഷ്യൽ അസെറ്റ്സ്. Then MCA 21 and XBRL ഡെഫിനറ്റ് ആയിട്ടും അത് ഇലക്ട്രോണിക് കൺവേർഷൻ ഓഫ് ഫിസിക്കൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്കലി റിപ്പോർട്ടിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് അതർ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് ടോപ്പിക്. എന്താണ് MCA 21? അതിന്റെ ഈ ഗവർണൻസ് പ്രോസസ് എന്താണ്? അതിന്റെ ബെനിഫിറ്റ് എന്താണ്? ഇതൊക്കെയാണ് സാധാരണ ചോദിക്കുന്നത്. ഈ ഫോം MCA 21 SRN സീരിയൽ നമ്പർ, സർവീസ് റിക്വസ്റ്റ് നമ്പർ, സ്റ്റാമ്പ് ഡ്യൂട്ടി ഓഫ് ഡോക്യുമെന്റ്സ്. MCAയുടെ എന്തൊക്കെ സർവീസസ് ആണ് MCA? നിങ്ങൾ എപ്പോഴെങ്കിലും MCAയുടെ വെബ്സൈറ്റ് കയറിയിട്ടുണ്ടോ? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ വെബ്സൈറ്റ് കയറിയിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒരു കമ്പനി സെക്രട്ടറി ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ ചെലവഴിക്കുന്നത് MCAയുടെ വെബ്സൈറ്റിലാണ്. അപ്പോൾ അതൊരു പ്രാക്ടീസ് ആക്കുക. അവിടെയാണെങ്കിൽ നമുക്ക് ഒരു വിസിറ്റർ ആയിട്ട്, ഒരു ഗസ്റ്റ് ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതിൽ എന്തൊക്കെ പ്രോസസ്സ് ഉണ്ട് നമുക്ക് പഠിക്കാം. ഒന്നും സബ്മിറ്റ് ചെയ്യാൻ മതി, അതിന് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങൾ അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഡിന്ന്, എന്താണ് സിന്ന്, ദെൻ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോംസ് എന്താണ്, ദെൻ എക്സ്റ്റെൻസീവ് ബിസിനസ് റിപ്പോർട്ടിംഗ് ലാംഗ്വേജ്, അഥവാ XBRL എന്ന് പറഞ്ഞ എന്താണ്. ഇത് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. XBRL അത് ക്വസ്റ്റ്യൻസ് ധാരാളം ഉണ്ട്, താനും ചോദിച്ചിട്ടുണ്ട്. കോർപ്പറേറ്റ് CIN, DIN, ഇത് രണ്ടും എന്താണ്, ഇതിന്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് പഠിക്കുക. DIN എങ്ങനെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ നമുക്ക് എങ്ങനെ നമുക്ക് കിട്ടും. എപ്പോഴാണ് കിട്ടുക? CIN when you register your company. And XBRL tax and XBRL taxonomies. XBRL ടാഗുകളും XBRL ടാക്സോണമീസും അതെന്താണ് എന്നാണ് പറയുന്നത്, ചോദിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഹാവ് എ ലുക്ക് ഓൺ ടു ദാറ്റ്. ഈ ചാപ്റ്റർ ഇതിലൊരു 5 to 6 മാർക്സ് ഉണ്ട്. ഇതിന് വേണ്ടത് ഒരു 2-3 മണിക്കൂറെങ്കിലും ആ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് കാര്യങ്ങളൊക്കെ പഠിക്കും. ഇതിന്റെ ഈ ചാപ്റ്റർ ഒന്ന് വായിക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിൽ സ്പൈസ് ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് അതിനെ കുറിച്ചിട്ടുള്ള ഇൻകോർപ്പറേഷനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ആൻഡ് നമ്മുടെ ചാനലിൽ അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ചാനലിലും നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഹാവ് എ ലുക്ക് ഓൺ ടു ദാറ്റ് വീഡിയോ. ശരിക്കും MCA 21 നമുക്ക് മുമ്പൊക്കെ നമ്മുടെ കമ്പനി നമ്മൾ നുണ പറഞ്ഞു എന്നും പറയാം. ഇപ്പോൾ ഒരു കമ്പനി ചാർജ് ഉണ്ടോ, അതിന്റെ കുറെ കാര്യങ്ങൾ അറിയണം. കമ്പനിയെ കുറിച്ച് അറിയണമെങ്കിൽ നമുക്കൊന്നും അറിയേണ്ട, ആ കമ്പനിയുടെ കോർപ്പറേറ്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ അറിഞ്ഞാൽ മതി. ഇനി CIN അറിയില്ലെങ്കിലോ കമ്പനിയുടെ പേര് അടിച്ചു കൊടുത്താൽ MCA പോർട്ടൽ നമുക്ക് എന്ത് തരും, ഇവരുടെ CIN തരും. അത് വെച്ച് നമുക്ക് അവരെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. MGT 14 ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത് എന്നുള്ളതാണ്.
MJT-40 ഞാൻ പറഞ്ഞ സ്പെഷ്യൽ റെസൊല്യൂഷന്റെ കേസിലാണ് MJT-40 വേണ്ടത്. വിതിൻ 30 days it should be filed with the registrar of companies. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് വാട്ട് ആർ ദ ഫയലിംഗ് പ്രോസസ് അണ്ടർ MCA 21, ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണ്, ഏതൊക്കെ കമ്പനികൾക്കാണ് XBR നിർബന്ധമാക്കിയിട്ടുള്ളത് എന്നുള്ളത്. ദെൻ ഒരു ഡയറക്റ്റ് ഐഡന്റിഫിക്കേഷൻ ഇസ് റിജക്റ്റഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആൻഡ് അവർ എന്താണ് ചെയ്യേണ്ടത്. ഗ്ലോബൽ ഡെവലപ്മെന്റ്സ് ജസ്റ്റ് ഹാവ് എ ലുക്ക്, നിങ്ങളത് വായിച്ചാൽ മാത്രമേ. അതിൽ പ്രത്യേകിച്ച് ഒരു രാജ്യത്തെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. നമ്മൾ അടുത്ത ചാപ്റ്റർ 15, 16, 17, 18 അതെനിക്ക് 40 മാർക്ക് ഉള്ള ഒരു പോർഷനാണ്. അതിനെ വിടരുത്. ഡയറക്ടേഴ്സ് മീറ്റിംഗ്, കമ്മിറ്റികൾ, ബോർഡ് മീറ്റിംഗ്, ജനറൽ മീറ്റിംഗ് എല്ലാം ഇതിലാണ് സംസാരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ബോർഡ് ഓഫ് ഡയറക്ടർ ആരാണ്, സെക്ഷൻ 2 സബ്സെക്ഷൻ 10, എത്ര ഡയറക്ടേഴ്സ് കമ്പനിക്ക് വേണ്ടത്, ഒരാൾക്ക് എത്ര ഡയറക്ടർ ആകാം, അതിന് ഏറ്റവും ലേറ്റസ്റ്റ് പൊസിഷൻ അടക്കം പറയണം കേട്ടോ. 2020 പ്രൊവിഷൻ പ്രകാരം എത്രയാണ്? 7 ലിസ്റ്റഡ് കമ്പനിയിലാണ് ഒരാൾക്ക് ഡയറക്ടർ ആകാൻ പറ്റുള്ളൂ. പിന്നെ ബോർഡിന്റെ പവർ എന്തൊക്കെയാണ്, പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷന്റെ പ്രൊവിഷൻസ്, ദെൻ ഡിഫറെന്റ് കമ്മിറ്റി, ഏതൊക്കെ കമ്മിറ്റി? ഓഡിറ്റ് കമ്മിറ്റി, നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി, സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റി, റിസ്ക് മാനേജ്മെന്റ് കമ്മിറ്റി അണ്ടർ സെബി ഗൈഡ്ലൈൻസ്, CSR കമ്മിറ്റി, അതുപോലെ പിന്നെയും ബോർഡ് കമ്മിറ്റികൾ ധാരാളം ഉണ്ടാകാം. പിന്നെ സെക്ഷൻ 154 പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ 2013 കമ്പനീസ് ആക്ടിൽ 2017 ഒരു അമെന്റ്മെന്റ് വഴി പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ എത്ര വേണമെങ്കിൽ കൊടുക്കാനാക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് ഒരു സർട്ടൻ പെർസെന്റേജ് മാത്രമേ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പാടുള്ളൂ നിയമമുണ്ടായ. സെക്ഷൻ 154 154 പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ അത് എത്ര വേണമെങ്കിൽ കൊടുക്കാമെന്ന് 2017 അമെന്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. പണം കടമെടുക്കാനുള്ള അവകാശം, അതോടൊപ്പം തന്നെ ആ കടമെടുത്ത പണത്തിന് സെക്യൂരിറ്റി കൊടുക്കാനുള്ള അവകാശം കൂടി ഉൾപ്പെട്ടതാണോ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരവും കറക്റ്റാണ്. സെക്ഷൻ 117 കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ പവറിൽ പറയുന്നുണ്ട് അവർക്കത് കൊടുക്കാം. പിന്നെ ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഡിഫറെന്റ് കമ്മിറ്റീസിലാണ് ചോദിക്കുന്നത്. പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ നോ റെസ്ട്രിക്ഷൻ. Now comes to a different question. I'm just looking for a different question. And nomination, different committee, audit committee section പഠിക്കുക, nomination committee. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റി CSR കമ്മിറ്റി ആൻഡ് ഓഡിറ്റ് കമ്മിറ്റിയാണ് കേട്ടോ. അത് ചോദിക്കില്ല എന്നല്ല, ഏതെങ്കിലും 2 കമ്മിറ്റി പഠിച്ചാൽ ബാക്കിയുള്ള കമ്മിറ്റിയൊക്കെ എഴുതാം. പറ്റില്ലേ? സുഖമായിട്ട് എഴുതാം. അത് എഴുതാൻ തീരുമാനിച്ചാൽ എഴുതാൻ പറ്റും. അത് ലേശം നമ്മൾ കോമൺ സെൻസ് ഉപയോഗിക്കണം ഇവിടെ. നമ്മളിപ്പോൾ 2-3 കമ്മിറ്റികൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇതൊക്കെ അവരുടെ പവറാണോ, ഇതൊക്കെ എന്നെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് ആലോചിച്ച് നമുക്ക് എഴുതാൻ പറ്റും. എഴുതാനൊന്നും ഒരു ബുദ്ധിമുട്ട്. അത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളൂ. പിന്നെയുള്ള ചാപ്റ്റർ ഡയറക്ടേഴ്സ് ആണ്. ഡയറക്ടേഴ്സ് എന്ന ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇതുവരെ ഒരു വർഷം പോലും ക്വസ്റ്റ്യൻ ചോദിക്കാത്തൊരു വർഷം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എപ്പോഴാണ് ചോദ്യം ചോദിക്കും. ഒരു 7-8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എങ്കിലും ചോദിക്കും. ഒരു വർഷം 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കാം. എന്തായാലും ഡയറക്ടേഴ്സിന്റെ ചാപ്റ്റർ വിടൊന്നും വേണ്ട, നന്ന മിസ്സാവാണ്ട് പഠിച്ചേക്കണം. ഡയറക്ടേഴ്സിന്റെ ചാപ്റ്റർ, ഡയറക്ടേഴ്സ്, ലീഗൽ പൊസിഷൻ, മാക്സിമം നമ്പർ, വിമൻ ഡയറക്ടറുടെ പ്രൊവിഷൻസ്, ലേറ്റസ്റ്റ് പ്രൊവിഷൻസ് പഠിച്ചിരിക്കണം. നമ്മുടെ നോട്ടിലുണ്ട്, നമ്മൾ ആൾറെഡി തന്ന ക്ലാസ്സിലുണ്ട് വിമൻ ഡയറക്ടറുടെ. ആൻഡ് റെസിഡൻസ് ഓഫ് ഡയറക്ടർ, നമ്പർ ഓഫ് ഡയറക്ടർഷിപ്പ്, ആൻഡ് റെസിഡന്റ് ഡയറക്ടർ. ഹൂ ഇസ് എ റെസിഡന്റ് ഡയറക്ടർ? ഡയറക്ടർ ആവാനുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? എല്ലാ ഡയറക്ടേഴ്സും ഇന്ത്യൻ റെസിഡന്റ് ആയിരിക്കണം എന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രൊവിഷൻ? അതുകൊണ്ട് അറിയണ്ടേ. ആൻഡ് നോമിനേറ്റഡ് ഡയറക്ടേഴ്സ്, നോമിനേറ്റ് ഡയറക്ടേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് അപ്പോയിന്റഡ് അഗൈൻസ്റ്റ് കാഷ്വൽ വേക്കൻസി. എങ്ങനെയാണ് ഡയറക്ടർ കാഷ്വൽ വേക്കൻസി, ആൾട്ടർനേറ്റ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ, ഡയറക്ടർ കാഷ്വൽ വേക്കൻസി, റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ്, ഡയറക്ടേഴ്സിന് ഡിന്ന് വേണമെന്ന് നിയമമുണ്ടോ?
fiduciary relationship or a trustee type of relationship with the company. And disqualifications of a director. What are the disqualifications of a director? ഡയറക്ടേഴ്സിന് ലോൺ എടുക്കാൻ പറ്റുമോ? കമ്പനിയിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റും, കമ്പനിയിൽ നിന്ന് എടുക്കാൻ പറ്റും. Then ഒരു കേസിലോ നമുക്ക് നോക്കാം. ഒരു കേസിലോ നോക്കാം. എ ഫോറിൻ നാഷണൽ, ഒരു ഫോറിൻ നാഷണൽ, ഒരു സെക്കൻഡ്, ഐ ഗോട്ട് എ അർജന്റ്. See, do a foreign national be appointed to the board of an MNC in India? ആള് പറയുന്ന ആളുകൾ ഡിൻ നമ്പർ വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. Application for എങ്ങനെയാണ് വേണ്ടത്? So only a single DIN is required for individual respect to directorship and an unique identification number. So even if a foreign director should have a DIN, that is what is the provision says, section 153. Okay, so another topic what we can look on to this particular chapter is, so most problems are resignation of directors, when the directors can be resigned. Resignation of director is an important topic. Then how small shareholders director appoint ചെയ്യാൻ പറ്റും, nominee directors, rotation of directors, resignation by rotation. Can we remove a director before the expiry of his term? And what are the circumstances when a director is ആള് റിമൂവ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ വെക്കേറ്റ് ചെയ്തു നമ്മൾ എങ്ങനെ തോന്നുക, നമുക്ക് എങ്ങനെ മനസ്സിലാവുക? റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ്. The next chapter is KMP, chapter number 17. KMP is very important. മിനിമം ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. 8 മാർക്കിലും കുറഞ്ഞ ക്വസ്റ്റ്യൻ ഇതിൽ ചോദിച്ചിട്ടില്ല. ആരാണ് KMP? സെക്ഷൻ 2 സബ്സെക്ഷൻ 51 പറയുന്നത് KMP എന്ന് പറയുന്നത്. അതിന്റെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് പറയുന്നത് 203 സെക്ഷൻ 203 പറയുന്നത്. ആരൊക്കെയാണ് സ്പെസിഫിക്കലി KMP എന്ന് പറയുന്നത്, അത് നിർബന്ധമായിട്ട് പറയുന്നത്. ഡു കമ്പനി സെക്രട്ടറി ഈസ് എ KMP. ഒരു കമ്പനി സെക്രട്ടറിയുടെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ഒരു കമ്പനി സെക്രട്ടറിയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്. സോ ഓഫീസർ ഇൻ ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? സെക്ഷൻ 2 സബ്സെക്ഷൻ 60 ഓഫീസർ ഇൻ ഡിഫോൾട്ടിനെ കുറിച്ച് പറയുന്നത്. ദെൻ റെമ്യൂണറേഷൻ ടു മാനേജറൽ പേഴ്സൺ, അവരുടെ മാനേജറൽ പേഴ്സന്റെ റെമ്യൂണറേഷന്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്. മാനേജറൽ റെമ്യൂണറേഷനെ കുറിച്ച് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് What are the statutory duties of a company secretary? ദയവ് ചെയ്ത് കമ്പനി സെക്രട്ടറി ആയിട്ട് സമയത്ത് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് എഴുതാൻ അറിയില്ല എന്ന് പറയരുത്. കമ്പനി സെക്രട്ടറി സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഹോൾ ടൈം ചെയർമാൻ, പാർട്ട് ടൈം ചെയർമാൻ, അങ്ങനത്തെ കൺസെപ്റ്റ് ഉണ്ടോ? What is the difference between managing director and full time director? And can you differentiate between a KMP and a managing director? KMP and managing director. KMP is defined in section 2 subsection 51 and managing director is section 2 subsection 54. Managing director is a person, KMP is a group of persons. അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നമുക്ക് അറിയണം. Then comes to all KMP. KMP ശരിക്കും പഠിച്ചോളൂ. സെക്ഷൻ 203. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു കമ്പനി സെക്രട്ടറി ഉണ്ട് ഒരു കമ്പനി എങ്കിൽ അവരുടെ ഷെയർ സർട്ടിഫിക്കറ്റ് കമ്പനി സെക്രട്ടറി സിഗ്നേച്ചർ വേണമെന്ന് മാൻഡേറ്ററി ആണോ? ഡയറക്ടർ സൈൻ ചെയ്താൽ മതിയോ? സെക്ഷൻ 46 സബ്സെക്ഷൻ 3 പറയുന്നത്. ആൻഡ്
കമ്പനിക്ക് കോമൺ സീൽ ഉണ്ടെങ്കിൽ കോമൺ സീൽ ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി സൈൻഡ് ബൈ 2 directors or by a director and the company secretary where the company has appointed a company secretary. 2 directors അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ആൻഡ് കമ്പനി സെക്രട്ടറി. The company is appointed a company secretary. That means if there is a company secretary, then the company secretary's signature is compulsory on the share certificate. 46 section 46. Then compensation for loss of office of manager or whole time director. ചോദിക്കാട്ടോ, അതായത് മാനേജിംഗ് ഡയറക്ടറും ഹോൾ ടൈം ഡയറക്ടറും ഓഫീസ് നഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ ചോദിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. കമ്പനി സെക്രട്ടറി സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് നല്ലോണം പഠിച്ചോണേ. ആ ഒരു പ്രൊവിഷൻ അത് പഠിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടുമെന്നത്. ദെൻ മീറ്റിംഗ്സ് ഓഫ് ബോർഡ് ആൻഡ് ഇറ്റ്സ് കമ്മിറ്റി. ബോർഡിന്റെ മീറ്റിംഗ്സ്, കമ്മിറ്റി മീറ്റിംഗ്സ് ചോദിക്കാറുള്ളതാണ്. ബോർഡിന്റെ ഫ്രീക്വൻസി, മീറ്റിംഗ്സ് എത്രയാ? ആഴ്ചയിൽ ഒരു മീറ്റിംഗ് ആണോ, മാസത്തിൽ ഒരു മീറ്റിംഗ് ആണോ, എങ്ങനെയാ അത്? ആദ്യത്തെ ബോർഡ് മീറ്റിംഗ് വിതിൻ 30 days ഓഫ് ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ നടക്കണം. ദെൻ ഒരു വർഷത്തിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ 4 മീറ്റിംഗ് നടക്കണം. ആൻഡ് 2 മീറ്റിംഗ് തമ്മിലുള്ള ഗ്യാപ്പ് 120 ദിവസങ്ങളിൽ കൂടാൻ പാടില്ല. സെക്രട്ടറി സ്റ്റാൻഡേർഡ് 1 അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് നോട്ടീസ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അജണ്ട, ഇതൊക്കെ നിങ്ങളുടെ ജോലിയാണ്, കമ്പനി സെക്രട്ടറി ജോലിയാണ്. അജണ്ട, ക്വാറം, ബോർഡ് മീറ്റിംഗിന്റെ ക്വാറം, ചെയർമാൻ, പാസിംഗ് ഓഫ് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ. ഇത് ബോർഡ് മീറ്റിംഗ് നടത്താൻ തന്നെ നമ്മൾ മെമ്പേഴ്സിനിടയിലേക്ക് നമ്മൾ റെസൊല്യൂഷൻ സർക്കുലേറ്റ് ചെയ്ത് അവരൊന്ന് അപ്രൂവൽ വാങ്ങും. മിനിറ്റ്സ്, മീറ്റിംഗ് ഓഫ് ദ ബോർഡ്. ചോദിക്കാൻ സാധ്യതയുള്ളത് ഏതൊക്കെ മീറ്റിംഗ്സ് ആണുള്ളത്? സെക്രട്ടറി സ്റ്റാൻഡേർഡിൽ ഡസ് നോട്ട് എംപവർ എ കമ്പനി സെക്രട്ടറി ഓഫ് എ കമ്പനി ടു കോൾ എ മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓൺ ഇറ്റ്സ് ഓൺ. ഒരിക്കലും ഇല്ല, അത് ചെയ്യാൻ പറ്റില്ല. കമ്പനി ഇവിടെ ബോർഡ് മീറ്റിംഗ് ആരാ വിളിക്കുക? ഡയറക്ടേഴ്സ് ആണ് വിളിക്കുന്നത്. കമ്പനി സെക്രട്ടറി അവിടെ എന്താ ചെയ്യുക? അതിനെ ആദ്യത്തെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. കമ്പനി സെക്രട്ടറി ഒരിക്കലും ബോർഡ് മീറ്റിംഗ് വിളിക്കാൻ പറ്റില്ല. Resolution by circulation. Have a look onto that. Next chapter is general meetings. General meeting നല്ല important ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് general meeting. പഠിക്കുക. അത് ഏറ്റവും 10 മാർക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. ഇത് പഠിച്ചാൽ 10 മാർക്ക് കിട്ടും. അതായത് നമുക്ക് ഡെഫിനറ്റായും പാസ്സാവാനുള്ള 25% മാർക്ക് ഇവിടെ കിടപ്പുണ്ട്. ശരിക്കും എക്സംഷൻ റേസ് ചെയ്യാൻ പറ്റുന്ന ഒരു, അല്ലെങ്കിൽ മാർക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 പേപ്പർ സെറ്റിംഗ് അപ്പും കമ്പനി ലോയർ. ഒരു പേടിയും പഠിക്കേണ്ട, ഏതെങ്കിലും ഒരു പേപ്പർ ശരിക്കും പഠിച്ചിട്ടുണ്ടെങ്കിൽ 2ാമത്തെ പേപ്പർ നമുക്ക് സപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. AGM, EGM, ക്ലാസ് മീറ്റിംഗ്, വാട്ട് ഈസ് മോഷൻ, എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്, different types of resolutions, ordinary resolution, special resolution, resolution requiring special notice and board resolution. മീറ്റിംഗിന്റെ നോട്ടീസിന്റെ അതിന്റെ കണ്ടന്റ്, നോട്ടീസ് എഴുതാൻ പഠിച്ചോളണം. ആർക്കൊക്കെയാണ് ജനറൽ മീറ്റിംഗിന്റെ നോട്ടീസ് കിട്ടാൻ പറ്റുന്നത്? കമ്പനിയുടെ മീറ്റിംഗിന്റെ നോട്ടീസ് ആർക്കൊക്കെ അധികാരമുണ്ട്? ആർക്കൊക്കെയാണ്? എവറി മെമ്പർ ഓഫ് ദ കമ്പനി, ഇറ്റ്സ് ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓർ an assignee of an insolvent member, an auditor, auditors of the company, every director of the company. ഇതൊക്കെ പബ്ലിക് കമ്പനിയാണ്. കോറം, അഡ്ജേർഡ് മീറ്റിംഗിന്റെ പ്രൊവിഷൻ, ചെയർമാന്റെ പ്രൊവിഷൻ, പ്രോക്സി പഠിച്ചോളൂ കേട്ടോ. പ്രോക്സിയിൽ കുറെ അധികം കാര്യങ്ങളുണ്ട്. 48 മണിക്കൂറും പ്രോക്സി ഫോം സബ്മിറ്റ് ചെയ്യണം. ഒരാൾക്ക് തന്നെ 50ഓളം പേർക്ക് പ്രോക്സി ആകാം. ഇനി പ്രോക്സി അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒറിജിനൽ മെമ്പർ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് പ്രൊവിഷൻ? ഇതൊക്കെയുണ്ട്. ഇനി പ്രോക്സി വോട്ട് ചെയ്തു, ആ സമയത്ത് ഒറിജിനൽ മെമ്പർ വന്നിട്ട് ആ വോട്ട് അയാൾ പറഞ്ഞ പറ്റില്ല, എന്റെ വോട്ട് എടുക്കണം എന്ന് പറയാൻ പറ്റുമോ പ്രോക്സി മെമ്പർക്ക് വന്നിട്ട്? അതൊക്കെ ചോദ്യമാണ്. ആൻഡ് വാട്ട് ഈസ് പോസ്റ്റൽ ബാലറ്റ്? സെക്ഷൻ 2 സബ്സെക്ഷൻ 65 പോസ്റ്റൽ ബാലറ്റിനെ കുറിച്ച് പറയുന്നത്. പോസ്റ്റൽ ബാലറ്റിനെ പഠിക്കുക. ക്ലാസ് മീറ്റിംഗ്, motion and resolution. What do you mean by motion and resolution? And what is the difference between special resolution and resolution requiring special notice?
സ്പെഷ്യൽ റെസൊല്യൂഷൻ, റെസൊല്യൂഷൻ റിക്വയറിംഗ് സ്പെഷ്യൽ നോട്ടീസ്. സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏത് റെസൊല്യൂഷൻ ആണോ ഒരു സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കേണ്ടത് അതാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. ആ റെസൊല്യൂഷൻ റിക്വയറിംഗ് സ്പെഷ്യൽ നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഏത് റെസൊല്യൂഷൻ ആണോ അത് പാസ്സാക്കണമെങ്കിൽ സ്പെഷ്യൽ നോട്ടീസ് കമ്പനിക്ക് കൊടുക്കേണ്ടത്. വാട്ട് ഈസ് പോസ്റ്റ്പോൺമെന്റ് ആൻഡ് അഡ്ജേൺമെന്റ് ഓഫ് മീറ്റിംഗ്? E-voting and voting by show of hands. See, comment on this. Is it necessary that the minutes of the meeting confirmed in the next meeting? Is it necessary? Every annual general meeting of the company must be held in each calendar year. കലണ്ടറിൽ ഓരോ വർഷവും നമുക്കൊരു നടത്തണം. അതിന്റെ ജനറൽ മീറ്റിംഗിന്റെ ടൈം ഗ്യാപ്പിന്റെ പ്രോസസ്സ് കുറിച്ച് മനസ്സിലാക്കണം. അതായത് നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് നമ്മൾ നടത്തുന്ന സമയത്ത് ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് എത്ര മാസത്തിൽ നടക്കണം, സബ്സിക്വന്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് എത്ര ഗ്യാപ്പിൽ നടക്കണം, അത് നടന്നില്ലെങ്കിൽ അതിന് പ്രൊവിഷൻ എന്താണ്, ആൻഡ് കൊറോണ COVID-19 കാരണം ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്തെങ്കിലും സ്പെഷ്യൽ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ടോ എന്നുകൂടെ നമ്മൾ മെൻഷൻ ചെയ്യണം. അത് ചോദിക്കാം. പിന്നെ മിനിറ്റ്സ് നമുക്ക് ലൂസ്ലി ഫോമിൽ സൂക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അത് എപ്പോഴാണ് ബൈൻഡ് ചെയ്യേണ്ടത്? അതിന്റെ റെഗുലർ ഇന്റർവെൽസ് എന്തൊക്കെയാണ്? Then ഒരു നോട്ടീസും അതിന്റെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ചിലപ്പോൾ അതൊക്കെ എഴുതാൻ പറഞ്ഞേക്കും കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ 2 പ്രാവശ്യം ഇത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നോട്ടീസ് ആൻഡ് ജനറൽ മീറ്റിംഗിന്റെ ഒരു നോട്ടീസും അതിന്റെ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റും. ഇതാണ് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്റർ എനിക്ക് തോന്നിയിട്ടുള്ള കുറേ ടോപ്പിക്സ്. ഇതിൽ ഈ ചാപ്റ്ററിന് സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിനെ കുറിച്ച്, നോട്ടീസ് എഴുതുന്നതിനെ കുറിച്ച്, അജണ്ടയെ കുറിച്ച്, അതുപോലെ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ഒറിജിനലായിട്ട് എഴുതാൻ നിങ്ങളോട് പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന്റെ അപ്പൻഡിക്സ് നന്നായിട്ട് നോക്കുക. 10 മാർക്ക് ഈ ചാപ്റ്ററിൽ കിട്ടാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ യാതൊരു വിധത്തിലുള്ള ഉപേക്ഷയും വിചാരിക്കേണ്ട. ദെൻ വെർച്വൽ മീറ്റിംഗ്, അതൊരു ന്യൂ ആയിട്ട് വന്നതാണ് വെർച്വൽ മീറ്റിംഗ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ കൊറോണ COVID-19 സമയത്ത് എല്ലാം വെർച്വലായിട്ട് നടക്കുന്നു. എക്സാംസ് അടക്കം വെർച്വലായിട്ട് നടക്കുന്ന ഒരു സമയമാണ്. ക്ലാസ്സുകൾ വെർച്വലാണ്. അപ്പോൾ വെർച്വൽ മീറ്റിംഗ് അതിന്റെ ബേസിക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, എന്താണ് ഇലക്ട്രോണിക് മോഡ്, എന്താണ് സെക്യൂർഡ് കമ്പ്യൂട്ടർ സിസ്റ്റം, എങ്ങനെയാണ് അറ്റൻഡൻസ് രജിസ്റ്റർ സെക്യൂർ ഇലക്ട്രോണിക് മീറ്റിംഗിൽ ഉണ്ടാവുക, ആൻഡ് വെന്യൂ ഓഫ് ദ മീറ്റിംഗ്, വെർച്വൽ AGM, അഡ്വാൻറ്റേജസ് ഓഫ് വെർച്വൽ AGMs ആൻഡ് EGMs, എന്തൊക്കെയാണ് ഡിഫിക്കൽട്ടീസ്, ഒരു വെർച്വൽ മീറ്റിംഗ് നടത്താനുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യണം. ഇതൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ വെർച്വൽ മീറ്റിംഗ് സാധാരണ കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതല്ല, 2017 സിലബസിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അത് കാരണം ഇപ്പോൾ വന്നതല്ലേ. അപ്പോൾ എന്താണ് വെർച്വൽ മീറ്റിംഗ്, അതിന്റെ ബെനിഫിറ്റ് എന്താണ്, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കപ്പെടാം. ആൻഡ് ഒരു കമ്പനി ഇലക്ട്രോണിക് മീറ്റിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്നു, അതിന് എന്താ പ്രോസസ് എന്താണ്, ഒരു കമ്പനി സെക്രട്ടറി നിലയിൽ അഡ്വൈസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അത് പറയാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കാം. ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഗവേണിംഗ് കമ്പനി സെക്രട്ടറീസ്, നമ്മളെ ഗവേൺ ചെയ്യുന്ന ലീഗൽ ഫ്രെയിംവർക്ക് എന്താണ്? Who are associate company secretaries and who are company secretaries, fellow company secretaries, എന്താണ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, ഡിസിപ്ലിനറി ഡയറക്ടറേറ്റ്, നമ്മൾ വെടിത്തരം ചെയ്തതിനാൽ നമ്മളെ കണ്ടക്ട് certain provisions related കമ്മിറ്റി എൻക്വയറി നടത്തി എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത്, എങ്ങനെയാണ് തീരുമാനമെടുത്തതിന് ശേഷം നമുക്ക് എന്താണ് അപ്പീൽ ചെയ്യാൻ പ്രൊവിഷൻ ഉള്ളത്, എന്തെല്ലാം എന്താണ് ആക്ഷൻസ് നമുക്കെതിരെ ഡിസിപ്ലിനറി കമ്മിറ്റിക്ക് എടുക്കാൻ പറ്റും. ഒരു കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നീഷൻ ആണ്. ഒരു സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ ആ റെക്കഗ്നീഷനോടൊപ്പം തന്നെ നമുക്ക് ധാരാളം ഉത്തരവാദിത്തങ്ങളും വരുന്നുണ്ട്. നമ്മൾ ആ ഉത്തരവാദിത്തത്തോടെ പെരുമാറിയിട്ടില്ലെങ്കിൽ, അതിനെതിരെ നമ്മളെ പണിഷ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ തെറ്റുകൾ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ഈ പ്രൊഫഷന്റെ വാല്യൂ കുറയും. അപ്പോൾ നമ്മുടെ ഈ പ്രൊഫഷന്റെ വാല്യൂ കുറയാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന്റെ അവരുടെ
ഗൈഡ് ലൈൻസ് തന്നെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആക്ട് തന്നെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സബ്സിക്വന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ സ്പെസിഫൈ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒരു കമ്പനി സെക്രട്ടറി എന്തെല്ലാം ഹൈ വാല്യൂ ഓഫ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് ആൻഡ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും എന്നതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. ബോർഡ് ഓഫ് ഡിസിപ്ലിൻ എന്താണ്, ഫെലോ മെമ്പർ ആരാണ്, ആൻഡ് അപ്പലേറ്റ് അതോറിറ്റി എന്താണ്, ഇതിനെക്കുറിച്ച് ചോദിക്കാം. ഇതൊക്കെ അതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നിയതാണ്. എന്താണ് ഈ ക്ലോസ് 5 പാർട്ട് 1 ക്ലോസ് 5 കമ്പനി സെക്രട്ടറീസ് ആക്ടിൽ പറയുന്ന പ്രകാരമുള്ള ഡിസിപ്ലിനറി മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസിപ്ലിനറി മെക്കാനിസം, അതിന്റെ അപ്പീൽ പ്രൊവിഷൻ എന്താണ്? SSB സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ് ബോർഡ് അതൊന്ന് വായിച്ചിരുന്നോളൂ. അതെന്താണ്, അതിന്റെ ഫങ്ഷൻസ് എന്താണ്, എന്തിനാണ് എങ്ങനെയാണ് ഒരു സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന്റെ പ്രോസസ്സ് എന്താണ്, ഇതൊക്കെയാണ് അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. ദെൻ കംസ് മെഗാ ഫേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫേമുമായിട്ടും ഇതൊക്കെ വളരെയധികം ഉള്ളതാണ്. അതായത് ഒരു മെഗാ ഫേം ഒരു പാർട്ട്ണർഷിപ്പ് 20-ലധികം പാർട്ട്നേഴ്സ് ഉള്ള ഒരു ഫേമിനെയാണ് മെഗാ ഫേംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രൊഫഷണൽ സർവീസിലായി കമ്പനി സെക്രട്ടറീസും ചാർട്ടേഡ് അക്കൗണ്ടൻസും ലോയേഴ്സും കോസ്റ്റ് അക്കൗണ്ടൻസും ഇവരെല്ലാം ചേർന്നുകൊണ്ട് ഒരു വലിയ ഫേം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിനെങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ, അതിനെന്തെങ്കിലും റിലാക്സേഷൻ ഉണ്ടോ, അതായത് നമുക്കൊരു കമ്പനി സെക്രട്ടറീസ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ, അവരൊരു മെഗാ ഫേം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദ്യം. പറ്റുമെന്നാണ് ഉത്തരം. അതിന്റെ ബെനിഫിറ്റ് എന്താണ്, അതിന്റെ പ്രോസസ്സ് എന്താണ്, റിസ്കുകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് റവന്യൂ ഷെയറിംഗ് മോഡൽസ് എങ്ങനെയാകാം ഒരു മെഗാ ഫേമിന്റെ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്പനി സെക്രട്ടറീസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടുതൽ തരാനുള്ള, നമുക്ക് മറ്റുള്ള പ്രൊഫഷൻസുമായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുകയാണ് ഒരു ഉദ്ദേശം വരുന്നത്. അതായത് നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്ന സമയത്ത് എക്സിക്യൂട്ടീവ് ലെവൽ ഇത്രയും പഠിച്ച് മുന്നിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ എംപ്ലോയ്മെന്റ് മാത്രമാണോ, അല്ലെങ്കിൽ UGC റെക്കഗ്നൈസ്ഡ് കോളേജുകളിലുള്ള ടീച്ചിങ് ഓപ്പർച്യൂണിറ്റി മാത്രമാണോ, പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യണോ, അത് നമുക്ക് വേറെ ആരെങ്കിലും ചേർന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് നമുക്കറിയണം. റവന്യൂ ഷെയറിംഗ് ഇൻ MDF ആൻഡ് സോൾ പ്രൊപ്പറേറ്ററി ഫോം ഓഫ് പ്രാക്ടീസിംഗ് ആൻഡ് മെഗാ ഫേം, രണ്ട് വ്യത്യാസം എന്താണ്, നമ്മൾ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെഗാ ഫേമിൽ പ്രാക്ടീസ് വ്യത്യാസം എന്താണ്, അതിന്റെ റിസ്ക് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. ഒരു മൾട്ടി ഡിസിപ്ലിനറി ഫേം, അതാണ് MDF, മൾട്ടി ഡിസിപ്ലിനറി ഫേം, അതാണ് MDF. MDFന്റെ ബെനിഫിറ്റ്സ് എന്താണ്, അതിന്റെ പ്രീ റിക്വസിറ്റ്സ് എന്താണ്, ഇത്രയാണ് നമുക്ക് ഈ ഒരു എന്താണ് പേപ്പറിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഞാൻ ആദ്യം പറഞ്ഞു. അത് കാണാതെ വീണ്ടും ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ഇടുമ്പോൾ അത് ഒന്നുകൂടി കാണാം. ആ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് വളരെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. രണ്ടാമത് പറഞ്ഞ ചാപ്റ്റേഴ്സിനെ ഒന്നും കൂടി വായിക്കുക. മൂന്നാമത് പറഞ്ഞ ചാപ്റ്റേഴ്സ് മനസ്സിലാക്കി പോവുക. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി ഒരിക്കലും നിങ്ങൾക്ക് പുതുതായിട്ട് പഠിക്കാൻ അവസരമില്ല. ഈ ബുക്ക് എല്ലാം പുതുതായിട്ട് ഒരു 1 more റിവിഷൻ നിങ്ങൾക്ക് ചെയ്യാൻ അവസരമില്ല. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. ഓരോ ചാപ്റ്ററിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടുന്ന ചില ടോപ്പിക്സ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കമ്പനി, അതിന്റെ കേസ് സ്റ്റഡീസും. അതായത് ഫസ്റ്റ് ചാപ്റ്ററാണ് ഞാൻ പറയുന്നത്, ഇൻട്രൊഡക്ഷൻ ഓഫ് എ കമ്പനി. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി വിത്ത് ദർ കേസ് സ്റ്റഡീസ്. ഓരോ ക്യാരക്ടറിസ്റ്റിക്സിനും ഒരു കേസ് സ്റ്റഡി വെച്ച് ഓർമ്മിക്കണം. കാരണം അത് നിർബന്ധമാണ്. ഓരോ ക്യാരക്ടറിസ്റ്റിക്സിനും, അത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആവട്ടെ, പെർപ്പച്വൽ സക്സഷൻ ആവട്ടെ, ലിമിറ്റഡ് ലയബിലിറ്റി, ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം, വി നീഡ് ടു ഹാവ് എ കേസ് ലോ. മറക്കരുത്. അത് എഴുതി വെച്ച് പഠിച്ചോളണം. അതിന്റെ കഥ, കബീഷിന്റെ കഥ, മായാവിയുടെ കഥ, ഡിങ്കന്റെ കഥയൊക്കെ പഠിക്കുന്നവർ പഠിക്കുക. ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിതം. ഓക്കെ, നോ കോർപ്പറേറ്റ് വീലിനെ കുറിച്ച് നന്നായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക. കോർപ്പറേറ്റ് വീല്, അതിനൊരു കേസ് സ്റ്റഡീസ്. കോർപ്പറേറ്റ് വീലിന്റെ 1-2 കേസ് സ്റ്റഡീസ്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് കോർപ്പറേറ്റ് വീല് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വീൽ ഓർ പിയർസിംഗ് ഓഫ് കോർപ്പറേറ്റ് വീൽ. അതിന്റെ ഓരോ കണ്ടീഷൻസ് ഉണ്ട്, ഓരോ സിറ്റുവേഷൻസ് ഉണ്ട്. ഓരോ സിറ്റുവേഷനും ഓരോ കേസിലും ഓർത്തിരിക്കാൻ ശ്രമിക്കാം. ഇത് പല സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അത് ഒരൊറ്റ സ്ഥലത്ത് മാത്രമല്ല. ആൻഡ് സോളമൻ വേഴ്സസ് സോളമനും ലീ എയർ ഫാമിംഗ്, ഇത് നമ്മൾ ആൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതിന്റെ മലയാളം വെർഷൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ കേസ് പഠിക്കുക. പിന്നെ നാഷണാലിറ്റി ആൻഡ് റെസിഡൻസ് ഓഫ് എ കമ്പനി. ദെൻ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രിഫറൻസ് ഷെയർസും അതിന്റെ റിഡംഷൻ പ്രൊവിഷൻസും, സ്വിറ്റിക്വിറ്റി ഷെയറും, ഡിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ള ഷെയറും, പിന്നെ സെക്ഷൻ 62 സെക്ഷൻ 63, അതായത് ഫർദർ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ, റൈറ്റ് ബോണസ് ഇഷ്യൂ, ഈ സോപ്പ്, ഷെയർ പ്രീമിയം അക്കൗണ്ട്, എന്തിനൊക്കെയാണ് ഷെയർ പ്രീമിയം അക്കൗണ്ട് ഉപയോഗിക്കാൻ പറ്റുക. ദെൻ മൂന്നാമത്തെ ചാപ്റ്ററിൽ ആൾട്ടറേഷൻ ഓഫ് ക്യാപിറ്റൽ ക്ലോസ് മെമ്മോറാണ്ടം സെറ്റിംഗ് അപ്പിലുണ്ട്.
ആൻഡ് റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ക്രെഡിറ്റേഴ്സിന് എപ്പോഴെങ്കിലും റിഡക്ഷൻ നടക്കുന്ന സമയത്ത് സെക്ഷൻ 66 പ്രകാരം റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ നടക്കുന്ന സമയത്ത് ക്രെഡിറ്റേഴ്സിന് എപ്പോഴെങ്കിലും ഒബ്ജക്ട് ചെയ്യാൻ പറ്റുമോ? വെൻ എപ്പോഴാണ് ക്യാപിറ്റൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്? ബൈബാക്കിന്റെ പ്രൊവിഷൻ സെക്ഷൻ 68. ദെൻ ഏതെങ്കിലും സിറ്റുവേഷനിൽ കമ്പനിക്ക് അവരുടെ പെയ്ഡ് ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് ചാപ്റ്റർ 3. ചാപ്റ്റർ 4 പ്രൈവറ്റ് പ്ലേസ്മെന്റ്, പ്രോസ്പെക്ടസ് ആൻഡ് എക്സിറ്റ് ഓപ്പർച്യൂണിറ്റി, dematerialization and civil and criminal liability of misstatement in prospectus, offer for sale, deemed prospectus, shelf prospectus, red herring prospectus, personation. തെറ്റായ ഇൻഫർമേഷൻ വേറെ ഒരാളാണെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തി കമ്പനിയുടെ ഷെയർ വാങ്ങുകയാണെങ്കിൽ അയാൾക്കെതിരെ കമ്പനിക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്? ചാപ്റ്റർ 5 ഡെപ്റ്റ് ക്യാപിറ്റൽ. ഡെപ്റ്റ് ക്യാപിറ്റലിൽ ചോദിക്കുന്നത് ബോറോയിങ് പവേഴ്സ് സെക്ഷൻ 179, സെക്ഷൻ 180. അൾട്രാവയസ് ബോറോയിങ് ആൻഡ് കേസ് സ്റ്റഡീസ്. അൾട്രാവയസ് ബോറോയിങ്ങിന്റെ കേസ് സ്റ്റഡീസ്. ദെൻ ഇഷ്യൂ റിഡംഷൻ ആൻഡ് DRR, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഫോർ ഡിബഞ്ചേഴ്സ്, സെക്ഷൻ 71. ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്, doctrine of indoor management, case studies, debenture trustee, charges already പറഞ്ഞതാണ്, fixed floating crystallization, then postponement of charge, allotment of securities, ഏഴാമത്തെ ചാപ്റ്റർ ആണ്. അലോട്ട്മെന്റിന്റെ പ്രിൻസിപ്പൽ, പ്രൊവിഷൻസ്, റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ് എപ്പോഴാണ് ആവശ്യം, ഷെയർ സർട്ടിഫിക്കറ്റും സൈനിങ് പ്രൊവിഷൻസും, can a board മെമ്പർഷിപ്പ് ഇൻ കമ്പനി, ആർക്കൊക്കെ മെമ്പർ ആകാം, ഓറൽ എഗ്രിമെന്റ് മതിയോ മെമ്പർ ആകാൻ? ഞാൻ മെമ്പർ ആവാട്ടോ എന്ന് പറഞ്ഞാൽ മതിയോ? ദെൻ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിനെ കുറിച്ചുള്ള പ്രൊവിഷൻ സെക്ഷൻ 88 പറയുന്നുണ്ട് എവിടെയാണ് സൂക്ഷിക്കേണ്ടത്, എപ്പോഴാണ് ക്ലോസിംഗ്, എപ്പോഴാണ് ഇൻസ്പെക്ഷൻ, അതിന്റെ എക്സ്പെൻഷൻ പ്രൊവിഷൻ എന്താണ്, ഒരു മെമ്പർ എപ്പോഴാണ് നോമിനേഷൻ, മെമ്പർക്ക് എപ്പോഴാണ് നോമിനേഷൻ ചെയ്യാൻ പറ്റുക, പ്രിയംറ്റീവ് റൈറ്റ്സ് ഉണ്ടോ ഒരു മെമ്പർക്ക്, പ്രിയംറ്റീവ് റൈറ്റ്സ് പറഞ്ഞ ഒരു കാര്യം ചെയ്യുമ്പോൾ ചെയ്യരുതെന്ന് പറയുന്ന അവകാശമുണ്ടോ മെമ്പർക്ക്, dissenting shareholder and their rights, beneficial ownership, shareholders democracy, shareholders agreement, veto power, control. ഇതിലൊക്കെ ഷോർട്ട് നോട്ട്സ് ചോദിക്കാം. 9ാമത്തെ ചാപ്റ്ററിലാണ് ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ, പവർ ഓഫ് ഡയറക്ടേഴ്സ്, പവർ ഓഫ് കമ്പനി ഓർ ഡയറക്ടേഴ്സ് ടു റിഫ്യൂസ് ട്രാൻസ്ഫർ. ഏതെങ്കിലും സിറ്റുവേഷനിൽ ഷെയറിന്റെ ട്രാൻസ്ഫർ റിഫ്യൂസ് ചെയ്യാൻ കമ്പനിക്കോ ഡയറക്ടേഴ്സിനോ അവകാശമുണ്ടോ? എന്താണ് ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ? ഒരു മൈനറുടെ പേരിൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ആൻഡ് ട്രാൻസ്മിഷൻ പ്രൊവിഷൻസ്. ഡയറക്ടേഴ്സ് എന്ന ക്വസ്റ്റ്യൻ ആണ്, ചാപ്റ്റർ ആണ്, ചാപ്റ്റർ 10 സെക്ഷൻ 149 പറയുന്നത്. വേരിയസ് പ്രൊവിഷൻസ് റിഗാർഡിംഗ് ടു മിനിമം മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ ഡയറക്ടേഴ്സ്. ഒരു ഡയറക്ടറെങ്കിലും റെസിഡന്റ് ആയിരിക്കണം എന്നൊരു കണ്ടീഷൻ എവിടെ വായിച്ചിട്ടുണ്ടല്ലേ? ഉണ്ടോ? ഉണ്ടാകണം. സെക്ഷൻ 151 വിമൻ ഡയറക്ടറെ കുറിച്ച് പറയുമ്പോൾ സെക്ഷൻ 161 അഡീഷണൽ കാഷ്വൽ ആൾട്ടർനേറ്റ് നോമിനി ഡയറക്ടേഴ്സിനെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 164 ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 165 ലിമിറ്റ് ഓഫ് ഡയറക്ടർഷിപ്പ് ബൈ എ പേഴ്സൺ. ഒരാൾക്ക് എത്ര ഡയറക്ടർഷിപ്പ് എടുക്കാം? എത്ര എടുക്കാം? 20. ലിസ്റ്റഡ് കമ്പനി ആണെങ്കിലോ April 1, 2020 7 ലിസ്റ്റഡ് കമ്പനി. വെക്കേഷൻ ഓഫ് ഓഫീസ് ഓഫ് ഡയറക്ടേഴ്സ്, റെസിഗ്നേഷൻ ഓഫ് ഡയറക്ടേഴ്സ്, ആൻഡ് ഇഫ് all the directors resign in one meeting, what will happen? Section 168. 169 talks about removal of directors. Then independent director, very important ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ ആണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ കുറിച്ചിട്ട്. ബോർഡിന്റെ പവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് മീറ്റിംഗ് കൂടേണ്ടത്, അതിന്റെ കോറം എന്താണ്, വീഡിയോ കോൺഫറൻസ് വഴി പറ്റുമോ, റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ എന്താണത്, ഓഡിറ്റ് കമ്മിറ്റി, ഡിഫറെന്റ് കമ്മിറ്റിയുടെ ഓഡിറ്റ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിന്റെ പർപ്പസ്, അതിന്റെ മീറ്റിംഗ്സ്, ദെൻ ചാരിറ്റബിൾ ഓർ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ ബൈ ദ കമ്പനി, ആൻഡ് ഇൻട്രസ്റ്റഡ് ഡയറക്ടേഴ്സ്, related party transactions, loan to directors. Then comes KMP, key managerial person, section 203. General meetings, AGM, EGM, tribunal's power to call an AGM or EGM. General meeting in the notice ne kurichittu, then quorathine kurichu chodikam, proxy ye kurichu chodikam. Ee proxy chodikkan sadhyadayundu, chodichal kudungan paadilla. Ee voting pattumo?
ഇ വോട്ടിങ്ങിന്റെ പ്രൊവിഷൻ, മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്ക് ഇ വോട്ടിംഗ് ചെയ്യാൻ പറ്റുമോ? ദെൻ പോസ്റ്റൽ ബാലറ്റ്, ഓർഡിനറി റെസൊല്യൂഷൻ ആൻഡ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. Then what is the status of resolutions passed in adjourned meeting? Minutes of meeting, report on AGM, loans and investment by companies. ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ് സെക്ഷൻ 185, 186, 187, 188. ഡെപ്പോസിറ്റ്സിലാണെങ്കിൽ എന്താണ് ഡെപ്പോസിറ്റ്, എന്തല്ല ഡെപ്പോസിറ്റ്, ആരൊക്കെയാണ് എലിജിബിൾ കമ്പനീസ് ഹു ക്യാൻ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ്, അതിന് വേണ്ട സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രോസസ്, അതിന്റെ ഡോക്യുമെന്റ്സ്, പ്രൊവിഷൻസ്. ചെക്ക് ലിസ്റ്റ് ഫോർ സെക്രട്ടറി കംപ്ലയൻസ് നോക്കാട്ടോ. ചെക്ക് ലിസ്റ്റ് ആൾറെഡി ഉണ്ടായില്ല. ചെക്ക് ലിസ്റ്റ് ഫോർ സെക്രട്ടറി കംപ്ലയൻസ് ഫോർ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്. സെക്ഷൻ ചാപ്റ്റർ 17 അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്. അതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഉള്ള ക്വസ്റ്റ്യൻസ്, ഇൻസ്പെക്ഷന്റെ പ്രോസസ്സ് നോക്കാം, അല്ലെങ്കിൽ എവിടേക്കാണ് രജിസ്റ്റർ സൂക്ഷിക്കാൻ പറ്റുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ സൈനിങ്, പിന്നെ XBRL ചോദിക്കാം. പിന്നെ മെമ്പേഴ്സിന് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ കോപ്പി കിട്ടാൻ അവകാശമുണ്ടോ, സെക്ഷൻ 136, 139 ഓഡിറ്റർ അപ്പോയിന്റ്മെന്റിനെ കുറിച്ചിട്ട്, 141 എലിജിബിലിറ്റി ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഡിറ്റർ, 143 പവേഴ്സ് ഓഫ് ഓഡിറ്റേഴ്സ്. പ്രോഫിറ്റിന് ഡിവിസിബിലിറ്റി ആണെങ്കിൽ ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് അതിനെക്കുറിച്ചിട്ട്, പിന്നെ IEPF, ബോർഡ്സ് റിപ്പോർട്ട് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്താണ്, രജിസ്ട്രേഷൻ ഡിസ്കസ് ചെയ്താണ്. മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി റൈറ്റ്സ്, ഷെയർ ഹോൾഡേഴ്സ് ഡെമോക്രസി ചോദിക്കാം. വൈൻഡിങ് അപ്പിൽ ചോദിക്കാം, മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ആൻഡ് IBC കോഡ് ചോദിക്കാം, സെക്ഷൻ 59. പിന്നെ ഡിഫറൻസസ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം എന്ന് വെച്ചാൽ സ്മാൾ കമ്പനി ആൻഡ് 1-person കമ്പനി, then memorandum and articles of association, doctrine of ultra vires and intra vires, body corporate and LLP, ESOP and certificate, equity and preference shares, shares and stock, shareholder and member, voluntary and compulsory winding up, annual return and annual report, voting by show of hands and through electronic means, AGM and EGM, internal auditor, cost auditor and external auditor. ഇപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഞാൻ റിപ്പീറ്റ് വൺസ് മോർ. സോ വി വിൽ കം ടു ദ എൻഡ് ഓഫ് ദിസ് മാരത്തൺ. I would like to tell you one thing, like ഒരു പ്രോപ്പർ പ്രിപ്പറേഷൻ is very important for attempting a paper like a company law. A deep understanding of company law and deep understanding of law and the process of law is very important for passing this paper. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് കുറച്ചധികം പ്രാക്ടിക്കൽ സെൻസ് ഉപയോഗിക്കണം ഈ പേപ്പർ പാസ്സാകാൻ. അല്ലാണ്ട് ഈ ബുക്കൊന്നും പഠിച്ച് പാസ്സാകാനല്ല. ഇത് പഠിക്കേണ്ടത് അതിന്റെ പ്രോസസ്സ് നെസസറിലി എങ്ങനെ ഫോളോ ചെയ്യും എന്നത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കാണുന്ന നമ്മുടെ ഡിസംബർ 2020 എക്സാമിന് മുമ്പ് വീഡിയോ കാണുന്നവർക്ക് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിന്റെ നോട്ട്സ് ഞാൻ അയച്ചു കൊടുക്കാം. അത് കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷമൊന്നും ഞാൻ അയക്കില്ല. കാരണം അത് ദാറ്റ് ഈസ് ഓൾറെഡി ഗോൺ. നെക്സ്റ്റ് എക്സാം വിൽ കം ആൻഡ് വി വിൽ പ്രിപ്പയർ നെക്സ്റ്റ് എക്സാമിന് വേണ്ടി വേറെ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഇഫ് യു ഹാവ് എനിത്തിങ്, ഇഫ് യു വാണ്ട് എനിത്തിങ് ടു ആസ്ക് മീ, യു ക്യാൻ ആസ്ക് മീ. മൈ നമ്പർ ഈസ് ഓൾറെഡി ദർ ഇൻ മൈ ചാനൽ 8138908999. And I'm sure like you loved this video and loved this live. And of course, ഇനി നമ്മൾ ടാക്സേഷൻ we are not doing any live. We are doing only the theory papers. Problem papers we are giving summary notes, and taxation summary notes I will be sharing tomorrow. Thank you very much for your patience. And it's Raji from Artha Institute of Management, a dedicated company. We are the leading South India's leading company secretary coaching center run by company secretaries. So we have our CSCT classes for May session starting in February 2021. So if anybody is interested, you can refer those people to me. Thank you very much. Take good care. Happy voting and happy examination. Thank you.